നമസ്കാരം. മാസപ്പിടി കേസിലെ ഇഡി അന്വേഷണത്തിന് നിയമപരമായ തടസ്സമില്ലെന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാവകാശം പോലും കോടതി CMRLന് അനുവദിച്ചില്ല. ഇതോടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ ടി വീണയെ ഏത് നിമിഷവും ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇഡി. റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ പാർട്ടി പിണറായി വിജയനെയും ടി വീണയെയും സംരക്ഷിച്ചെങ്കിൽ ഇനി ആ സംരക്ഷണം സാധ്യമാകുമോ? വീണയ്ക്ക് വേണ്ടി വരുന്ന ഇഡി വീണയിൽ മാത്രം തൃപ്തരാകുമോ, അതല്ല മറ്റ് ലക്ഷ്യങ്ങൾ തേടുമോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി ഇടത് സഹയാത്രികൻ രാജേഷ് ചെറപ്പാട്ട്, കോൺഗ്രസ് വക്താവ് വസന്ത് സിറിയക്, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവർ. ആദ്യം ദാമോദർ പ്രസാദിലേക്ക്. ദാമോദർ പ്രസാദ്, ഇപ്പോൾ ഒരു FIR ഇല്ലാതെ തന്നെ ഇഡിക്ക് അന്വേഷണം നടത്താമെന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, സുപ്രീം കോടതി പോകാനുള്ള സമയം പോലും കൊടുത്തിട്ടില്ല. അതായത് ഇഡിക്ക് ഏത് നിമിഷം പോലും നടപടികൾ, ആക്ഷൻ തുടങ്ങാം എന്നുള്ളതാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ നിലപാട്. അപ്പോൾ രാജ്യത്ത് ഒരു FIR ഇട്ടാൽ ആ FIRന് മുകളിലാണ് ഇഡി സാധാരണ അന്വേഷണം നടത്തുക. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെയാണ് സാധാരണ രീതി. ഇപ്പോൾ ഇവിടെ വരുന്ന കാര്യം, ഇനി FIR ഒന്നും വേണ്ട, ഇഡിക്ക് സ്വമേധയാ ഏത് കേസും എടുക്കാം, എവിടെയും പോയി അന്വേഷിക്കാം എന്നുള്ളൊരു നില കൂടി വന്നിരിക്കുകയാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ. ഇത് വീണയിൽ മാത്രം ഒതുങ്ങുമെന്ന് തോന്നുന്നുണ്ടോ? അജിംസ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യം അജിംസ്. ഇതിൻ്റെ അകത്ത് വീണയുടെയും പിണറായി വിജയൻ്റെയും മാത്രം കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പോകണമെങ്കിൽ ഇന്നത്തെ കോടതി വിധിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഏറ്റവും ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. അത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കോ അല്ലെങ്കിൽ മറ്റേ CMRLൻ്റെ കണ്ടെത്തിയ ഡയറിയിലെ രാഷ്ട്രീയ നേതാക്കളുടെ പിന്നിൽ പോകുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, ED ഒരു രാഷ്ട്രീയ ടൂളായിട്ട് പലപ്പോഴും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസിയിലേക്ക് പലപ്പോഴും അത് നമ്മൾ കാണേണ്ടത് രാഷ്ട്രീയക്കാർക്ക് നേർക്ക് മാത്രമല്ല, മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും ED ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രബീർ പുരകാശ അവസാനം വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ED പല സ്ഥാപനങ്ങൾക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ED കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടൂള് തന്നെയാണ്. അത് കാണാതിരിക്കേണ്ട. കേസിൻ്റെ മെറിറ്റ് വേറെ നമുക്ക് പരിശോധിക്കാനാണ്. പക്ഷേ ഇത്തരം കോടതി വിധികൾ ആശങ്കാജനകമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, FIR ഇല്ലാതെ കേസ് അന്വേഷിക്കാൻ പറഞ്ഞാൽ അത് ആർക്ക് നേരെയും തിരിയാം. നമ്മൾ വിചാരിക്കും ഏതാണ് ചില രാഷ്ട്രീയക്കാർ നമുക്ക് ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ചില ബോധ്യങ്ങളുള്ള കേസുകൾ അത് ശരിയാകുന്നു. പക്ഷേ ആ ബോധ്യമില്ലാത്ത കേസുകളിലേക്കും അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതായത് നാളെ മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും അതുപോലുള്ള സ്വതന്ത്രമായ വ്യക്തികൾക്കും ഒക്കെ തന്നെ ഇത് മാനദണ്ഡമാവുകയാണെങ്കിൽ, ഇതാണ് ഈ അവലംബിത മാർഗമാവണമെങ്കിൽ അത് ആപൽക്കരമായിരിക്കും. അത് നമ്മുടെ മൗലികാവകാശങ്ങളെ ധ്വംസിക്കുന്നതായിരിക്കും. ഒരു സംശയം ഇതിനകത്തുണ്ട. ഞാൻ ഇത് പറയുന്നത് CMRLെ ബന്ധപ്പെട്ട് വീണ ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെറിറ്റ് അതിൽ പരിശോധിക്കും. പക്ഷേ കോടതി വിധികൾ ഒരു പ്രീസിഡൻസാണ്. കോടതി വിധികൾ ഒരു ഉത്തരവ്, അതിനും അതിൻ്റെ ആഘാതങ്ങളുണ്ട്. അത് മറ്റു കാര്യങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഈ വിധിയിൽ അജിംസ് ശരിയായി ചൂണ്ടിക്കാണിച്ച പോലെ ഇതിനങ്ങനെ പ്രത്യാഘാതമുണ്ട്. പലപ്പോഴും നമ്മുടെ ഇതിൻ്റെ അകത്ത് വീണ ടിയുടെ കാര്യത്തിൽ ചില ബോധ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായാലും പലർക്കും ഉണ്ടാവാം. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അത് വിലയിരുത്തിയാൽ അതത്ര നന്നായിരിക്കില്ല. കാര്യം EDയുടെ തീരുമാനങ്ങൾ ഒരു വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല, അതിന് മറ്റ് പല സ്ഥലങ്ങളും ആഘാതമുണ്ടാവും. അത് കേരളത്തിലുണ്ടാകുന്ന മാത്രം ആഘാതമായിട്ട് കാണരുത്. കേരളം മാത്രമല്ല, വിശാലമായി ഇന്ത്യയിലെ EDയിൽ EDക്ക് എവിടെയും പ്രവർത്തിക്കാം. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം അടിവരായിട്ട് പറഞ്ഞ, കേസിൻ്റെ മെറിറ്റ് വേറെ. CMRLെ ബന്ധപ്പെട്ട് വീണയുടെ SFIOൻ്റെ കേസ്, അതാണ് ഏറ്റവും പ്രധാനം. EDയെക്കാളും പ്രധാനപ്പെട്ട കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കണ്ടെത്തലാണ്. EDയുടെ മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് വിപരീതമായിട്ട് ആലോചിക്കാം. പല വിഷയങ്ങളും അതിനെക്കുറിച്ച് സംശയം ഉന്നയിക്കാൻ നമുക്ക് പലർക്കുണ്ട്. അതായത് ഈ കേസിൽ ബോധ്യമുള്ള ആൾക്കാർക്ക് പോലും EDയെ ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കതുണ്ടായില്ല, തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കോടതി വിധിയുടെ ഇത്തരം പ്രത്യാഘാതത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കണം. അത് ആലോചിക്കേണ്ടത് ഇവിടുത്തെ കേരള പ്രതിപക്ഷ UDF ആണെങ്കിൽ UDFിനകത്ത് അവരുടെ ചില, അല്ലെങ്കിൽ അവരുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു വിമർശന അംഗീകാരം കിട്ടുന്നതിനൊക്കെ ഉപരിയായിട്ട് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കേസ് അന്വേഷണത്തിന് FIR അന്വേഷിക്കാൻ ED കൊടുക്കുന്ന ഒരു അവകാശം, അത് കൂടുതൽ നമ്മൾ വിശദാംശങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം. മറ്റ് കോടതി വിധികൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലെ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നല്ല, അതിൻ്റെ വ്യാപ്തി വലുതാണ്. ശരി, ശ്രീ വസന്ത് സിറിയക്ക്, ഇപ്പോൾ വീണ വിജയൻ്റെ പേരിൽ ED റെയ്ഡ് നടത്തുന്നു. റെയ്ഡിനെത്തുമ്പോൾ ആ റെയ്ഡിനെ അനുകൂലിക്കുകയാണ് ഇവിടെ കോൺഗ്രസും UDF ഒക്കെ ചെയ്തത്. ശരി, CMRLുമായി ബന്ധപ്പെട്ട കേസിൻ്റെ മെറിറ്റൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷേ ED വരുമ്പോഴുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ED വരാൻ ഇവിടെ ഒരു പോലീസ് FIR ഉണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും FIR ഉണ്ടോ? രാജ്യത്ത് എവിടെയെങ്കിലും FIR ഉണ്ടോ? അപ്പോൾ ഒരു FIR ഇല്ലാതെ ED വന്ന് റെയ്ഡ് നടത്തുക. ഇപ്പോൾ കോടതി തന്നെ അങ്ങനെ നടത്താം, ഇനി ചോദ്യം ചെയ്യാം എന്നൊക്കെ അനുമതി കൊടുക്കുകയാണ്. സുപ്രീം കോടതി പോകാനുള്ള സമയം പോലും കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ CMRLോ വീണ വിജയനൊക്കെ സുപ്രീം കോടതി പോയേക്കാം. പക്ഷേ അതിനിടയിൽ ഈ ചോദ്യം ചെയ്യലോ അറസ്റ്റ് നടന്നാൽ ഒന്നും പറയാനില്ല. ഇപ്പോൾ ED പറന്നിറങ്ങുന്നത് പിണറായി വിജയനെതിരെയാണ്, വീണയ്ക്കെതിരെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളും അവരുടെ റഡാറിൽ നിന്ന് മുക്തരല്ല എന്ന ബോധം വേണ്ടേ UDFനും കോൺഗ്രസിനും?
27 ജൂലൈ 2022 സുപ്രീം കോർട്ട് അഫൈംസ് ED's powers to arrest and powers to summon under PMLA. PMLA ആക്ട് പ്രകാരം EDക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി രാജ്യത്ത് FIR ആവശ്യമില്ല എന്നുള്ളത് ഇന്നത്തെ സുപ്രീം കോടതി വിധിയുടെ ഭാഗമല്ല, ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ ഭാഗമല്ല. അത് മുമ്പ് തന്നെ സുപ്രീം കോടതി ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാർത്ത ശ്രീ അജിംസിന് അയച്ചു തരാം. അതുകൊണ്ട് തന്നെ EDയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അവർക്ക് അന്വേഷിക്കാൻ ഒരു പീനൽ പ്രോസിക്യൂഷനിലേക്ക് കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് കോടതിയിൽ ഒരു വാദമുഖമായി കൊണ്ടുവരണമെങ്കിലൊക്കെ അവർക്കൊരു FIRൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പോലും അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ, സെർച്ച് നടത്താനൊന്നും അവർക്ക് ഒരു FIRൻ്റെ ആവശ്യമില്ല. അത് പുതിയ കാര്യമല്ല. അതിൽ മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്, ഡിബേറ്റബിൾ ആണ്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ EDക്ക് FIR ഇല്ല എന്ന് പറയുമ്പോഴും അതിനു മുമ്പിൽ മറ്റൊരു കാര്യമുണ്ട്. ഏത് കേസിലാണ് EDയും SFIO ഒക്കെ അന്വേഷണത്തിന് ആധാരമാക്കിയിരിക്കുന്നത്? അത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന കോസി ജുഡീഷ്യൽ ബോഡി, അതായത് അർദ്ധ ജുഡീഷ്യൽ ബോഡി ആയിട്ടുള്ള ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധിയുടെ പുറത്താണ്. അത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോഡിയുടെ കംപ്ലൈൻ്റ് അല്ല, അതിന് മുമ്പാകെയുള്ള കേസല്ല, മറിച്ച് അത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലാണ്, അത് വിധിയാണ്. ആ വിധിയുടെ പുറത്താണ്, അതിൻ്റെ ബേസിലാണ് ഈ അന്വേഷണം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ, അജിംസ് ചോദിച്ച പോലെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ദാമോദർ പ്രസാദ് സാർ പറഞ്ഞതുപോലെ, ചൂണ്ടിക്കാണിച്ചതുപോലെ വലിയ വിശാലമായി ED കടന്നു വരുമല്ലോ, FIR ഇല്ലാതെ EDക്ക് കടന്നു വരാൻ പറ്റുമല്ലോ എന്ന ആംഗിളിൽ വീണ തൈക്കണ്ടിയുടെ കേസ് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് ഒരു വളരെ ജൂനിയറായ നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നില്ല. അത് ശരിയല്ല. കാരണം ഇവിടെ FIR ഇല്ലെങ്കിലും വളരെ എന്താ പറയുന്നത് ക്രൂഷ്യലായ, വളരെ എവിഡൻറ്റിക്കലായ ഒരു കോസി ജുഡീഷ്യൽ ബോഡിയുടെ വിധിയുണ്ട്. ആ വിധിയുടെ പുറത്താണ് ഇതിൽ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ED അന്വേഷിക്കുന്നത്. ഇപ്പോൾ ED എല്ലാ കാര്യത്തിലും പരിശുദ്ധരാണ് എന്ന അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. EDയുടെ ഈ പറയുന്ന റേറ്റുകളെല്ലാം തന്നെ വളരെ കുറവാണ്, ഒരു ശതമാനത്തിൽ താഴെയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എവിടെയാ? പിണറായി വിജയനും കൂട്ടരും അധികാരത്തിൽ ഇരുന്നപ്പോൾ കേരളത്തിൽ ED എത്ര കേസെടുത്തു? ഞാനൊരു പ്രധാനപ്പെട്ട കേസ് എപ്പോഴും ചൂണ്ടിക്കാണിക്കും. കാരണം അത് പ്രേക്ഷകർക്ക് എപ്പോഴും മനസ്സിലാവാൻ വേണ്ടിയാണ്. ഇപ്പം ഞാൻ അജിംസിനെ അടിക്കുന്നു മീഡിയ വണ്ണിൻ്റെ ഫ്ലോറിൽ എന്ന് ഇരിക്കട്ടെ. അജിംസിനെ അടിക്കുന്ന മീഡിയ വണ്ണിൻ്റെ ഫ്ലോറാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം. അപ്പോൾ പോലീസ് ഏറ്റവും ആദ്യം അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരേണ്ടത് ആ മീഡിയ വണ്ണിൻ്റെ കോഴിക്കോട്ടെ ഫ്ലോറിലാണ്. അതാണ് എല്ലാ അന്വേഷണത്തിൻ്റെയും ബേസ്. എന്നാൽ കേരളത്തിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസി കേസെടുത്തു. ആ ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റിലായപ്പെട്ടു ആര്? ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി. ആ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മുഖ്യമന്ത്രിയുടെയും ഓഫീസ്, അതാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ആ കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് കൊടുക്കുന്നത് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ എന്നിട്ടും ശ്രീ അജിംസ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കേന്ദ്ര ഏജൻസി എത്തിയില്ല. 1. 2, കരുവന്നൂർ തൊട്ട് അയ്യന്തോൾ തൊട്ട് സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വലിയ കേസുകൾ ED എടുത്തു. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ. ഒരു ആരോപണത്തിൻ്റെ പേരിൽ ED പലരെ അറസ്റ്റ് ചെയ്ത് ഉള്ളിയിടുന്നത്. എത്ര ദിവസമാണ് ഇന്നത്തെ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ ജയിലിൽ കിടന്നത്? പലർക്കും നാട് വിട്ട് BJPയിലേക്ക് ചേക്കേറേണ്ടി വന്നു. മാമോദിസ വെള്ളം മുങ്ങി BJPയുടെ കൂടെ പൊക്കോളാം എന്ന് പറയേണ്ടി വന്നു. എന്തിന്? ഈ കേസിൻ്റെ പുറകെയുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ. എന്നാൽ തൃശ്ശൂരിലെടുത്ത 2 കേസുകൾ, അയ്യന്തോളും ഈ പറയുന്ന കരുവന്നൂരും, അത് വലിയ രാഷ്ട്രീയ വിഷയമായി BJP ഉയർത്തിക്കൊണ്ട് വന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുഖ്യ പ്രചരണം അതായിരുന്നല്ലോ. സുരേഷ് ഗോപി വേർത്തൊലിച്ച് കിതച്ച് യാത്ര നടത്തുന്ന അങ്ങയുടെ ഓർമ്മ കാണില്ലേ? ഇല്ലെങ്കിൽ മീഡിയ വണ്ണിൻ്റെ ആർക്കൈവിൽ കാണില്ലേ? പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJPക്ക് അവിടെ നിന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്ന താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന ആദ്യമായിട്ടുള്ള ഒരു പാർലമെൻറ്റേറിയനെ കിട്ടി. പിന്നീട് ആ കേസ് എവിടെ പോയി? എവിടെ ആ കേസിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ടുള്ളത്? അപ്പോൾ വളരെ കാലങ്ങളായി, കഴിഞ്ഞ ഏതാണ്ട് 10 വർഷക്കാലമായി, സവിശേഷമായി പറഞ്ഞാൽ 5 വർഷക്കാലമായി, 2ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എടുത്ത ഒരു കേസിലും തുമ്പുണ്ടായിട്ടില്ല, ഒരു കേസിലും. ഇപ്പോൾ ഇവർ സെർച്ച് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയല്ലോ. ഞാൻ 10 സെക്കൻഡ് അവസാനിപ്പിക്കാം. സെർച്ച് എന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലത്ത് എത്ര കാലം മുമ്പാണ് ഈ കേസ് അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്? ഇൻവെസ്റ്റിഗേഷൻ സർവൈലൻസ് വന്നത് മിനിമം 6 മാസം മുമ്പാണ്. 6 മാസം മുമ്പ് വന്നെടുത്ത് എന്ത് തെളിവ് അന്വേഷിക്കാനാണ് ഇവർ പോയത്? എന്ത് തെളിവ് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്? മാക്സിമം പോയാൽ ഇവർ തമ്മിലുള്ള മെയിൽ കമ്മ്യൂണിക്കേഷൻ, ആ മെയിൽ കമ്മ്യൂണിക്കേഷൻ റേസബിൾ അല്ല, അതുകൊണ്ട് അത് കിട്ടുകയും ചെയ്യും. ബാക്കി എന്താ അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്? അവരുടെ ഓഫീസാണോ? അല്ല. പക്ഷേ അവിടെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ സ്പേസ് ഉണ്ടായിരുന്നു. അത് EDയും കണ്ടു, പിണറായി വിജയനും കണ്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് തന്നെയാണ് അരിയാഹാരം കഴിക്കുന്നവർക്ക് തോന്നുന്നത്. ഒരു പ്രയോജനമില്ലാതെ ED ഒരു റെയ്ഡ് നടത്തുക,
ഒരു താല്പര്യമില്ല. ഇ ഡിക്ക് യാതൊരു ഗുണമില്ലാത്തൊരു റെയ്ഡ്. അത് ആർക്ക് വേണ്ടിയാണ് റെയ്ഡ് നടത്തുന്നത്? ഇ ഡിയെ കൊണ്ട് PR നടത്തിക്കണമെങ്കിൽ പിണറായി വിജയൻ ആരാമോ മുതൽ നിസാരക്കാരനാണോ? അപ്പോൾ അങ്ങനെയാണ് ഞാനും കോൺഗ്രസും സാധാരണക്കാരും അതിനെ റീഡ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ പെട്ടെന്ന് നിർത്താം. ഇന്നത്തെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അത് പുതുമയല്ല. രണ്ട്, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കാണുകയാണ്. അത് ശരിയാണ്. കാരണം ശിവൻകുട്ടി സഖാവും ഒക്കെ ഈ ഇ ഡിക്കെതിരെ കട്ട കൊണ്ട് ആക്രമിക്കാൻ പോയ പാവപ്പെട്ട കട്ട സഖാക്കളുടെ വീട്ടിൽ പോകുന്നത് കണ്ടു. അവരുടെ വീട്ടിലൊരു വൈറ്റ് വാഷ് അടിക്കാൻ 150 രൂപ കൊടുത്താൽ 1 ലിറ്റർ വൈറ്റ് വാഷ് കിട്ടും. അത് മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത പാർട്ടിയാണ് AC മുറിയിൽ കിടക്കാൻ, കപ്പലണ്ടിയും ക്രിസ്മസും കുറിക്കാൻ, വീണാ തൈക്കണ്ടിക്ക് സുഖസൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി പൈസ മേടിച്ചതിൻ്റെ വകയിലുള്ള കേസിന് ഈ പാവപ്പെട്ട പിള്ളേരുടെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത്. അത് വളരെ മോശമാണ്. ഈ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടിച്ചോറ് വാരിപ്പിച്ച് വെറുതെ അവരെ ബലിയാടാക്കരുത് എന്നൊരു അഭ്യർത്ഥന CPM-നോട് സഹാക്കന്മാരോട്. വസന്ത്, ഇപ്പോൾ ഇ ഡി ഇല്ലാത്തൊരു FIR-ലാണ് ഈ റെയ്ഡ് നടന്നുള്ളൊരു വാദം നിങ്ങൾക്കുണ്ടല്ലോ. ഇല്ലാത്ത FIR-ൽ ഇ ഡിക്ക് റെയ്ഡ് നടത്താമെന്നുള്ളതാണ് വാദം. കോടതിയും അതാണ് പറയുന്നത്. ഈ ഇല്ലാത്ത FIR എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സംസ്ഥാനത്ത് വീണ വിജയനെതിരെയും CMR-നെതിരെയും ഒരു അഴിമതി കേസില്ല എന്നുള്ളതാണ്. ഇത് അഴിമതി കേസാണ്. മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. 7% KSIDCക്ക് ഓഹരിയുള്ള ഒരു കമ്പനിയാണ് ഈ കിക്ക് ബാക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസ് ക്ഷണിച്ചു വരുന്ന ഒന്നാണ്. അധികാരമേറി ഇത്രയും ദിവസമായി. CMR കേസിൽ ഞങ്ങളൊരു അഴിമതി അന്വേഷണം നടത്തുകയാണെന്ന് വിജിലൻസിന് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിക്കും വിജിലൻസ് മന്ത്രിക്കും തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അല്ല, അത് രണ്ട് കാര്യമുണ്ട്. സവിശേഷമായി BNS കടന്നു വന്നതിന് ശേഷം ഇപ്പോൾ ഇ ഡി കേസുകളിൽ മാത്രമല്ല FIR ഇട്ടേ അന്വേഷിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു മുൻകാല IPC-യുടെ ബൗണ്ടറി ഒക്കെ എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. അത് 7 ദിവസം വരെ പോലീസ് ഓഫീസർക്ക് വെച്ച് താമസിപ്പിക്കുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താം ഈ പരാതി കയ്യിൽ സ്വീകരിച്ചുകൊണ്ട്. അത് രാജ്യത്താകെ ഉണ്ടായിരിക്കുന്ന നിയമവ്യവസ്ഥയുടെ മാറ്റത്തിൻ്റെ ഭാഗമാണ്. ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ FIR ഇല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇ ഡി നടത്തുന്നുണ്ടെന്നേ. ഇപ്പോൾ ഏതൊക്കെ കേസിൽ FIR ഇട്ടിട്ട് അന്വേഷിച്ചു? ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച DK ശിവകുമാറിൻ്റെ കേസിൽ ആദ്യം FIR ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പുണ്ടായിരുന്ന ഈ അജിത് പട്ടേലിൻ്റെ കേസിൽ ആദ്യം FIR ഉണ്ടായിരുന്നില്ല. അതിനുശേഷമുണ്ടായ ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ് വസുന്ധര രാജ സിന്ധ്യയുടെ മകൻ്റെ കേസ്. അവർ CM ക്ലെയിം മുമ്പോട്ട് വെക്കുമ്പോഴാണ് അവരുടെ മകനെതിരെ കേസ് വരുന്നത്. അതിൽ FIR ഉണ്ടായിരുന്നില്ല. അതിൽ ഇ ഡി അവരുടെ വീട്ടിൽ സെർച്ച് നടത്തുകയാണ് ചെയ്തത്. പിന്നീട് ആ കേസ് മുങ്ങിപ്പോയി. കാരണം സിന്ധ്യ ആ CM ക്ലെയിം ഒഴിവാക്കുകയും ചെയ്തു. അതായത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇ ഡിയെ ചട്ടുകമായി BJP ഉപയോഗിക്കുന്നെന്ന എതിരഭിപ്രായമൊന്നും നമുക്കില്ല. അത് ശരിയാണ് ജിംസ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ വളരെ കൃത്യമായി സൂചിപ്പിച്ചു. FIR ഇല്ലെങ്കിലും ഇവിടെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന കോസി ജുഡീഷ്യൽ ബോഡിയുടെ വിധിയുണ്ട്. അത് കേവലം അഴിമതി കേസല്ല, അത് PMLA ആക്റ്റാണ്. ഇത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആണ് അട്രാക്ട് ചെയ്യുന്നത്. കാരണം എന്താ? ഈ പറയുന്ന പൈസ അവരെന്താ ചെയ്തത്? ആദ്യം 50 ലക്ഷം രൂപ കടം മേടിക്കുന്നു. അതായത് അറ്റാതായ 50 ലക്ഷം രൂപ ആദ്യം കൈ കിട്ടി, കടം മേടിച്ചു എന്നാണ് പറയുന്നത്. കരിമണൽ കർത്തയിൽ നിന്ന് കടം മേടിക്കാനുള്ള എന്ത് ബന്ധമാണ്? അയാളുടെ ഇപ്പോൾ പറഞ്ഞേക്കാം അയാൾക്ക് ചിലപ്പം ഏതെങ്കിലും വട്ടിപ്പലിശ കമ്പനി ഉണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം. അതവിടെ നിൽക്കട്ടെ. ആ വട്ടിപ്പലിശ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ കടം മേടിക്കുന്നു. എന്നിട്ട് ഇത് ഒരിടത്തും ഇല്ലാത്തൊരു കോൺട്രാക്റ്റിൻ്റെ പുറത്ത്, ഒരു പ്രയോജനം ഇല്ലാത്തൊരു കോൺട്രാക്റ്റിൻ്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? ഇവർക്ക് പൈസ തിരിച്ച് റിട്ടേൺ കൊടുക്കുന്നു. ആ റിട്ടേൺ എന്താ ചെയ്യുന്നത്? ആ റിട്ടേൺ ഈ വട്ടിപ്പലിശ കമ്പനിയിലേക്ക് പോവുകയാണ്. അതായത് ബ്ലാക്ക് മണി അവിടെ വൈറ്റ് ആക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും അവിടെ PMLA അട്രാക്ട് ചെയ്യുമെന്ന് ഏത് കുഞ്ഞിനും അറിയാം. അതിൽ സംശയമൊന്നും വേണ്ട. രണ്ട്, വീണ വിജയനോട് വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടോ? അവർ ഇതുവരെ അത് പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങളെ സർവീസ് റെൻഡർ ചെയ്യുന്നതിൻ്റെ ആലോചനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കമ്പനിയുമായി അവർ സംസാരിച്ചു. CMR-ൽ സംസാരിച്ചു. ആ സംസാരിച്ചതിന് 50 ലക്ഷം രൂപ. മുള വെട്ടാൻ പോയി, മുള കിട്ടിയില്ല, 60 ലക്ഷം. മുള വെട്ടാൻ ഇടുക്കി പോയി, കിട്ടിയില്ല, 40 ലക്ഷം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ഇടിക്ക് മുമ്പിലുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിലുള്ള ഉത്തരങ്ങളിൽ വീണ വിജയൻ അടക്കമുള്ളവർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇന്നിപ്പോൾ എൻ്റെ സ്നേഹിതൻ രാജേഷ് ചെറുപ്പാട് പ്രതിനിധിയായി ഉണ്ടെങ്കിൽ ഒരു ചാനലിലും അഴിമതി നിരോധന നടപടികൾ ഈ സർക്കാരിൽ നിന്നുണ്ടാവാത്ത ഇപ്പോൾ അധികാരമായിട്ട് ഇത്ര ദിവസമായില്ലേ? അല്ലല്ലോ, ഞാൻ പറഞ്ഞ അത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ സർവൈലൻസിൽ നിൽക്കുന്ന കേസാണ്. അതാ ഞാൻ പറഞ്ഞത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ നിൽക്കുന്നത് അഴിമതി അല്ലല്ലോ. ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണമാണ്. നിങ്ങൾക്ക് അഴിമതി അന്വേഷിച്ചൂടെ? അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് PMLA ആണ് ആത്യന്തികമായി അട്രാക്ട് ചെയ്യുന്നത്. ആ PMLA അട്രാക്ട് ചെയ്ത് അത് ഓപ്പൺ ആയാൽ മാത്രമാണ്. എന്തിനാണ് ആത്യന്തികമായി അട്രാക്ട് ചെയ്ത കള്ളപ്പണം എന്ന് പറയുന്നത്? എന്താണ്? ഇല്ലീഗൽ മീൻസിലൂടെ സമ്പാദിച്ച പണം. അതാണ് ഇല്ലീഗലായി സമ്പാദിച്ച പണം, ടാക്സ് അടയ്ക്കാത്ത പണം. ഇതിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. ഇത് ഇല്ലീഗലാണ് ഈ സമ്പാദനം എന്നുള്ളതാണ് ഇ ഡിയുടെയും വാദം, SFIയുടെയും വാദം. അപ്പോൾ ഇല്ലീഗലാണെങ്കിൽ അത് അഴിമതിയാണ്. അങ്ങനെയാണെങ്കിൽ അഴിമതിയില്ലാതെ അന്വേഷിക്കണ്ടേ?
അല്ല, ടാക്സ് അടച്ചു എന്ന് പറഞ്ഞ് ഇല്ലീഗൽ അല്ലാതാകും മണി. അല്ല, എനിക്കതിലും തർക്കമില്ല. എന്റെ പ്രശ്നം ഇതാണ്, ഇല്ലീഗൽ ആണെങ്കിൽ അത് അഴിമതി പണമല്ലേ? സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള ഒരു കമ്പനി കിക്ക് ബാക്സ് കൊടുത്തു, അഴിമതിയല്ലേ? യെസ്. അല്ല, പബ്ലിക് മണി ലൂട്ട് തന്നെയാണ്, ഒരു സംശയം വേണ്ട. പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയിൽ നിന്ന് എന്നിട്ട് എവിടെ കേസ്? പബ്ലിക് മണി ഇതിൽ ED നിലയ്ക്ക് നിർത്താനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമല്ലേ അത്? ഇതിൽ അഴിമതിയുണ്ട്, അഴിമതി ഞങ്ങൾ സംസ്ഥാന സർക്കാർ അന്വേഷിക്കുകയാണ്, അത് അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു ഗ്രൗണ്ട് വരുമല്ലേ? ഇത് ഒരു കേസുമില്ല, നിങ്ങൾക്കും കേസില്ല, LDFന്റെ ആളത്തും കേസില്ല, ED പുറത്തിറങ്ങുകയാണ്, തോന്നിവാസമാണ്. അല്ല, ക്രൈംബ്രാഞ്ചും വിജിലൻസും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലകുറി ഈ കേസിൽ ഹൈക്കോടതിയിൽ സമീപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നിലവിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി കണ്ടത്. ഇനി അതിൽ സാധ്യതയുണ്ടോ എന്ന് ഈ സർക്കാർ പരിശോധിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അന്വേഷിക്കണം. പക്ഷെ അങ്ങ് പറയുന്നത് പോലെ ഇവിടെ ഒരു കേസ് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചോ വിജിലൻസോ അല്ലെങ്കിൽ കേരള പോലീസോ അന്വേഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് EDയുടെ കേസ് ഇല്ലാതാകുമെന്ന പ്രതീക്ഷ വേണ്ട. അതങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം 10 സെക്കൻഡ് അത് വളരെ പ്രധാനപ്പെട്ട പല കേസുകളിലും സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള റിഫ്റ്റ്, പ്രധാന കരുവണ്ണൂർ കേസ് തന്നെ എടുക്കുക, കേസ് ഫയൽ കൊടുക്കുന്നില്ല, ഡോക്യുമെന്റ്സ് കിട്ടുന്നില്ല. അതായത് നിങ്ങളൊരു കേസ് അന്വേഷിച്ച് ആ കേസ് ഫയലോ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ പിന്നെ EDയുടെ കളി കുറച്ച് കുറയും. അപ്പോൾ EDയുടെ കളി കുറച്ച് കുറയണ്ട, ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, കേന്ദ്രം തന്നെ അന്വേഷിച്ചിട്ടെ എന്നുള്ള ദുഷ്ടലാക്കാണോ നിങ്ങൾക്ക്? അല്ലല്ലോ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെ അല്ലല്ലോ. ആവശ്യത്തിനുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിൽ തന്നെയാണ്. ഇനി പുതിയൊരു കേസ് ഓപ്പൺ ചെയ്ത് അന്വേഷിച്ച് വരാനുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെളിവുകളുടെ അപര്യാപ്തത ഒരുപക്ഷെ കേരള പോലീസിന് ഉണ്ടാവാം. ഇനി അത് അന്വേഷിക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് സ്വാഭാവികമായും കേരള സർക്കാരാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ അതുകൊണ്ട് EDയുടെ പിടുത്തം മുറുകാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യമുണ്ട്, ED കൊല്ലാനല്ല കഴുത്തിന് പിടിച്ചിരിക്കുന്നത്, കോഴിയുടെ കഴുത്തിന് പിടിച്ചിരിക്കുന്നത് തലാടാനാണോ കഴുത്ത് തിരിക്കാനാണോ എന്നുള്ളത് കാണാം, വരും ദിവസങ്ങളിൽ കാണാം. ശരി, ദാമോദർ പ്രസാദ്, മറ്റൊരു പ്രധാനപ്പെട്ട ഡയലമ എന്ന് പറയുന്നത്, ഇപ്പോൾ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ തടയുന്നു, ആക്രമിക്കുന്നു, അങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പിന്നീട് പിണറായി വിജയൻ തന്നെ വന്ന് പറഞ്ഞത് എന്നെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സൈബർ സ്പേസിലൊക്കെ സഖാക്കൾ തന്നെ ചോദിക്കുന്നു, പിണറായി വിജയനെ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ വീണയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊരു ഡിഫൻസ് എടുക്കണം എന്നൊരു ചോദ്യം മൗലികമാണ്, രാഷ്ട്രീയ ധാർമ്മികതയുള്ളൊരു ചോദ്യം കൂടിയാണ്. അപ്പോൾ ഇനി ED ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയായിരിക്കും. അപ്പോൾ പാർട്ടി അതിനെ എങ്ങനെ പ്രതിരോധിക്കും? EDയുടെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ തന്നെ ആവാൻ സാധ്യത. കാര്യം മറ്റേ CMR ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് ചില ബോധ്യങ്ങൾ, അതായത് ഇപ്പോൾ തർക്ക വിഷയം എന്ന് പറയുന്നത് സർവീസ് എന്താണെന്നുള്ളത്, സർവീസ് റെൻഡർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും. അതിൻ്റെ അകത്താണ് ദുരൂഹതയുള്ളത്. പക്ഷേ ഇവിടെ ഈ മണി ലോണ്ടറിംഗ് ആണ്, PML ആക്ട് പ്രകാരമാണ് ED അന്വേഷിക്കുന്നത്. വിദഗ്ധരായിട്ട് വക്കീലും അഭിഭാഷകർക്കെല്ലാം അറിയാം. ഇവിടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞ കാര്യത്തിൽ എന്താണ് ഇപ്പോഴും ആധാരമായി നിൽക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നമുക്ക് ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ള വസ്തുതകൾ തെളിയിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ബോധ്യം എന്ന് പറയുന്നതാണ്, ഈ CMRലെ ബന്ധപ്പെട്ടുള്ള ഒരു IT സർവീസ് ഉടായിപ്പായിരുന്നെന്നും ഒരു സർവീസ് നൽകിയിട്ടില്ലെന്നും അതൊരു ഫ്രോഡാണ്. ആ SFI അന്വേഷിക്കണം. പക്ഷേ അതിന് പണം നൽകിയിട്ടുണ്ട്, ആ പണം ടാക്സ് അടച്ചിട്ടുണ്ട്. പക്ഷേ കള്ളപ്പണം വെളുപ്പിക്കുന്ന എവിടെ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴും ഇല്ലാത്തതുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ സർവീസിനെ കുറിച്ചും പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ ഇപ്പോൾ പറയുന്നത് എന്താണ് സർവീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അവരെന്തോ ടാലി സോഫ്റ്റ്വെയർ മറ്റാണ് അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് പറഞ്ഞു കേൾക്കുക. എനിക്കറിയില്ല എന്ത് സോഫ്റ്റ്വെയർ, ERP സൊല്യൂഷനാണെന്ന് പറയുന്നത്. പക്ഷേ അത് പരാജയപ്പെട്ട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മാർക്കറ്റിനനുസരിച്ചാണ് അതിൻ്റെ തോത് ഇത്ര പണമില്ല എന്നുള്ള പറയുന്നത്. പക്ഷേ ഒരു കമ്പനി ഇപ്പോൾ അത് ടാലി സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അത് മാർക്കറ്റിൽ എത്ര വില ഉണ്ടാവില്ല. പക്ഷേ ഒരു കമ്പനി അതിന് ഇത്തരം ചാർജ് ഇതാണ് ചിലപ്പോൾ ചില ആൾക്കാർക്കുണ്ട്. ആ ഒരു കമ്പനിയുടെ ഇത് ഒരു വാദത്തിന് വേണ്ടി പറയാം, ഒരു കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ വളരെ കൂടുതലാണ്. ആ ബ്രാൻഡ് വാല്യുള്ള കമ്പനി ചെറിയ സർവീസ് നൽകണമെങ്കിൽ പോലും കോടികളാണ് ആവശ്യപ്പെടുന്നത്. ആ സർവീസിന് അവർ ആ പണം നൽകി എന്നൊരു വാദം നിങ്ങൾക്ക് ബോധ്യത്തിൻ്റെ അടിസ്ഥാനം നിരാകരിക്കാം. പക്ഷേ എന്ത് സർവീസാണ്, ആ സർവീസിന് എന്ത് വിലയിടുന്ന കമ്പനി തീരുമാനിക്കുന്നു, അത് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ് തീരുമാനിക്കുന്നത്. ആ സർവീസിന് ഇത് അർഹമായ പൈസയാണോ എന്നുള്ള ചോദ്യം നമ്മുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്താണ് വരുന്നത്. മറ്റേ കാര്യത്തിന് പുറത്ത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ ബോധ്യങ്ങൾ വളരെ കറക്റ്റാണ്. കാര്യത്തെ ഇപ്പം ഇവർ പറഞ്ഞെടുത്തുള്ള സർവീസുകളെ കുറിച്ചുള്ള ധാരണ വളരെ ദുരൂഹമാണ്. സർവീസ് കൊടുത്ത വ്യക്തമല്ല, അതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് അപ്പോൾ ഈ ടാക്സ് അടച്ചതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം അത്ര എളുപ്പത്തിൽ പരിഹരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം വരെയാണ് അതിൻ്റെ അകത്തൊരു വ്യക്തതയുള്ളത്. EDയുടെ ഭാഗത്തെക്കുറിച്ചുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം അന്ന് നിയമസഭാ സമ്മേളനം കൂടിയ ദിവസം പറഞ്ഞ സമയം എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, എന്നെ ചോദ്യം ചെയ്ത് എൻ്റെ മകളെയാണ് ചോദ്യം ചെയ്തതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അന്ന് കണ്ടുവരുന്ന പ്രതിരോധം ഇനി സാധ്യമായിരിക്കില്ല. കാര്യം ഒരു വ്യക്തിയെ അന്വേഷണ വിധേയമായിട്ട് കോടതികളും നീതിന്യായ സംവിധാനം അംഗീകരിക്കുകയാണെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിക്കാം. അവർക്ക് അതിന് എന്താണ് ഏജൻസി എങ്ങനെയാണ് അത് ചെയ്യുന്നത് അതനുസരിച്ച് ചെയ്യേണ്ടി വരും. അതിനെതിരെ നമുക്ക് നിയമപരമായിട്ടുള്ള നടപടി നടക്കാന്നല്ലാതെ മറ്റ് പ്രതിരോധങ്ങളൊന്നും നടക്കില്ല. പ്രതിരോധം നടക്കുക. രണ്ടാമത് അന്ന് നടത്തിയ പ്രതിരോധത്തിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് കേരള സമൂഹത്തിൽ ഒന്നുകൂടി CPM പ്രതിരോധത്തിലായിരുന്നാണ്. കാര്യം ആക്രമണ സമരം നടത്തിക്കൊണ്ട് സ്വയം അവഹേളിക്കുകയാണ് അവർ ചെയ്തത്. കാര്യം ഇന്നിപ്പോൾ ആ പാവം പ്രതികളുടെ തെളിവെടുപ്പിനെ കൊണ്ട് ആ ദൃശ്യങ്ങളൊക്കെ സഹതാപം തോന്നുന്നു. അന്ന് കൂടെ നേതാക്കൾ ശരിക്കും പറഞ്ഞാൽ നേതാക്കളാണ് കുറ്റവാളികൾ. ഇവരെ തടയാൻ ബാധിതപ്പെട്ട നേതാക്കൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരെ പെരുമാറിയത്. കാര്യം ആ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ആ നേതാക്കൾ, അതിൽ നമ്മുടെ മുൻ മന്ത്രിമാരുണ്ട്, അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഇവരൊക്കെ ഉണ്ട്. അവരെ കുറ്റകരമായിട്ട് ഏർപ്പാടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആ പാവങ്ങളെ നമ്മൾ കണ്ടു. അവരെ പോലീസിനോട് നമ്മൾ അന്ന് കണ്ട് ഊക്കൊന്നുമില്ല, ഇങ്ങനെ ആ തെളിവെടുപ്പ് നടക്കുകയാണ്. ഒരാൾ തിരിഞ്ഞു നോക്കാൻ പോയില്ല. ആ അകത്തുള്ള ആൾക്കാർ പോലും വന്ന് തിരിഞ്ഞു നോക്കേണ്ട എന്താ സംഭവം. കാര്യം അവരെന്നെ സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ നമ്മുടെ യാഥാർത്ഥ്യമാണ്. ഇത് CPMൻ്റെ പ്രവർത്തകർ ബുദ്ധിയും ബോധമുള്ള പ്രവർത്തകർ കേട്ടോ. അവർ മനസ്സിലാക്കും, പൊതുസമൂഹം മനസ്സിലാക്കുകൊണ്ട് ആ പ്രതിരോധം കഴിഞ്ഞു. ആ പ്രതിരോധത്തിന് പ്രസക്തിയില്ല. കാര്യം ബഹുമാനപ്പെട്ട പിണറായി വിജയനെ പറയാൻ തന്നെ ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ പാർട്ടിയുടെ പ്രശ്നമായി മാറുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ബന്ധപ്പെട്ട കേസാണ് അത്. ഞാൻ പറയുമ്പോഴും മറ്റു കാര്യങ്ങൾ നമ്മുടെ ബോധ്യവും ഈ അന്വേഷണത്തിൽ തെളിയാൻ പോണ വസ്തുക്കൾ തമ്മിലൊരു വ്യക്തതയില്ലായ്മയുണ്ട്. അത് ആ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ആരോപിക്കുന്ന വല്ലങ്ങൾ ആരോപിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ നമ്മുടെ ബോധ്യങ്ങൾ വേറെ. പക്ഷേ അതിൻ്റെ അകത്ത് തെളിഞ്ഞു വരേണ്ട കുറേ കാര്യമാണ്. കാര്യം മണി ലോണ്ടറിങ് എന്ന് പറയുന്ന കാര്യം, പിന്നെ അതുപോലെ ക്വിഡ് പ്രോക്കോ, അത് ഇനിയും തെളിയിക്കേണ്ട കാര്യം ഒരു കിക്ക് ബാക്ക് എന്ന് പറയുന്നു. കിക്ക് ബാക്ക് അത് നമ്മുടേതാണ്. കാര്യം വീണ ടീക്കെല്ലാം കൊടുത്താൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് നമ്മൾ CPM തന്നെ പറയുന്ന കാര്യം. അത് പിണറായി തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ അവരങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഇവിടെ വീണ്ടും ഈ ക്വിഡ് പ്രോക്കോ എന്ന് വിളിക്കുന്നത് എന്താണ് ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് നടത്തിയ തിരിച്ചു നൽകിയത് എന്ന കാര്യം പ്രൂവ് ചെയ്താലേ ഇത് ക്വിഡ് പ്രോക്കോ ആവുള്ളൂ. അപ്പോൾ ഇവിടെ നേരത്തെ അജിംസ് ചോദിച്ചൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. UDFനും കോൺഗ്രസിനും ഇങ്ങനൊരു അഭിപ്രായമുണ്ടെങ്കിൽ, ഇവിടെ അഴിമതി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെൻറ് വിജിലൻസ് അന്വേഷണം നടത്തുന്നില്ല? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഈ ക്വിഡ് പ്രോക്കോവും അന്വേഷണമൊക്കെ വരുന്നത്. അത് ED അന്വേഷണം പുറത്ത് ED മണി ലോണ്ടറിങ് അന്വേഷിക്കുന്നത്. അതെന്തുകൊണ്ട് UDFന് അന്വേഷിക്കാനും കോൺഗ്രസ് അന്വേഷിക്കാനും പറ്റുന്നില്ല? കോൺഗ്രസ് ഇന്നൊക്കെ നിലപാടുണ്ട്. അതാണ് വസന്ത് സീരക്ക് ആ നിലപാടാണോ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടല്ല. ആ പ്രശ്നം കൂടി ഇന്ന് വളരെ ഗൗരവമായിട്ട് വിഷയം അജിംസവും ചോദിച്ച വളരെ പ്രശ്നം, എന്തുകൊണ്ട് ആ അഴിമതി അന്വേഷണം നടത്താൻ കോൺഗ്രസോ UDF തയ്യാറാവുന്നില്ല? ശരി, ശ്രീ രാജേഷ് ചെറപ്പാട്, ഇപ്പോൾ ഇന്ന് കോടതി വിധി, ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി, ഒരു FIR ഇല്ലാതെ EDക്ക് എന്തും അന്വേഷിക്കാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പ്രോസിക്യൂഷന് മാത്രമാണ് FIR നിർബന്ധമെന്ന് നിരീക്ഷിക്കുന്നു ഡിവിഷൻ ബെഞ്ച്. അപ്പോൾ ഇനി അടുത്ത പടി ED ചെയ്യാൻ പോകുന്ന വീണയും CMRL ഉദ്യോഗസ്ഥരെയും ഉടമയും ഒക്കെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ റെയ്ഡിനെത്തിയപ്പോൾ പാർട്ടി ആ റെയ്ഡിനെതിരെ പിണറായിയെയും വീണയും പ്രതിരോധിച്ചു, ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. ആ രാഷ്ട്രീയ പ്രതിരോധം ഇനി തുടരാൻ കഴിയുമോ CPMന്? അല്ല, ഇതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ട് 3 ഇടങ്ങളിലാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അതിൻ്റെ അത്തരത്തിലുള്ള, ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രതിരോധം സമരമുണ്ടായി വന്നത്? മറ്റ് 2 സ്ഥലങ്ങളിൽ പിണറായിയിലും കോഴിക്കോടും വീണ ടിയുടെ ഭർത്താവിൻ്റെ വീട്ടിലും പിണറായി വിജയൻ്റെ കുടുംബ വീട്ടിലും പിണറായി വിജയനും വാടക വീട്ടിലും തിരുവനന്തപുരത്ത് ഈ 3 ഇടങ്ങളിലാണ് ED റെയ്ഡ് ഒരേ സമയം ഉണ്ടായത്. ഈ ഒരേ സമയം ഉണ്ടായ സമയത്ത് ഈ മറ്റ് 2 ഇടങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുകയും, എന്നാൽ ഈ തിരുവനന്തപുരത്ത് അരങ്ങേറിയ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പം പിണറായി വിജയൻ നിയമസഭാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പറയുന്നത് എന്നോട് കാര്യങ്ങളൊന്നും ചോദിച്ചില്ല എന്നല്ലേ പറയുന്നത്. പക്ഷേ അവിടെ എന്താണ് നടന്നത്, അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവ്, ഈ മുതിർന്ന നേതാവ് ഇരിക്കുന്നിടത്തേക്ക് ED പോവുകയാണ്. ആ ഇരിക്കുന്നിടത്തേക്ക് ED പോകുകയും ED ഇറങ്ങി വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുഭാവികളും അടക്കമുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു പ്രതിഷേധം, അവരുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടൽ മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന FIR ഇടുന്ന പോലെ ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായി EDയെ വധിക്കാൻ വേണ്ടി മാരകായുധങ്ങളുമായി അവിടെ ആസൂത്രിതമാണോ യാദൃശ്ചികമാണോ എന്നുള്ളതാണ് തർക്കമെങ്കിൽ രാജേഷ് ചെറപ്പാട് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുള്ളവരായ തിരുവനന്തപുരം മുൻ കൗൺസിലർ IP ബിനു ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഞാൻ മുട്ട എറിഞ്ഞത്.
എന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിർദ്ദേശിച്ചു, അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലല്ല, അങ്ങനെയല്ല എഴുതിയിരിക്കും. ഞാനത് വായിച്ചതാണ്. ഒരിക്കലുമല്ല. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് സമരത്തിൽ ഏർപ്പെട്ടെന്നാ. അല്ലാതെ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഞാൻ ചീമുട്ട എറിഞ്ഞതെന്നോ അല്ല, സമരം എന്തുമാവട്ടെ, മുട്ടേറിയിലോ ചിലപ്പോൾ ഇഷ്ടിയെടുത്തറിയില്ല, അതൊന്നും അല്ല എന്റെ പ്രശ്നം. അത് ആകസ്മികമായി പൊട്ടിപ്പുറപ്പെട്ടു. സ്വാഭാവികമായി ആകസ്മികമായി പൊട്ടിപ്പുറപ്പെട്ടതാണെന്ന് തോന്നുന്നില്ല. പാർട്ടി തീരുമാനിക്കാതെ അത്രയും പേർ അവിടെ സംഘടിക്കുകയും ആകസ്മികമായി അല്ലല്ല, പാർട്ടി തീരുമാനിക്കുന്നത് പാർട്ടിക്കാർ മാത്രമല്ല, പാർട്ടി അനുഭാവികൾ അടക്കമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ നേതാവിൻ്റെ വീട്ടിലേക്ക് ആസൂത്രിതമായി. കാരണം ED യെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കുള്ള വിശ്വാസക്കുറവ് തന്നെയാണ് അതിൻ്റെ കാര്യം. എന്താ സംശയിക്കുന്ന അക്കാര്യത്തിൽ? ED യെ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ED എങ്ങനെയാണ് BJP ഗവൺമെന്റിന്റെ, യൂണിയൻ ഗവൺമെന്റിന്റെ ചട്ടവുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് രാജേഷിന്റെ പോയിന്റ് എന്താണ്? അതിൽ പാർട്ടി അങ്ങനെ ഒരു ഡിഫൻസ് ഒരുക്കാൻ തീരുമാനിച്ചില്ല. പകരം സ്വാഭാവികമായി പാർട്ടി പ്രവർത്തകർ അവിടേക്ക് തടിച്ചുകൂടുകയായിരുന്നു. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ പ്രതിരോധം അവിടെ അങ്ങനെയാണെങ്കിൽ അല്ല, എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ, ഒറ്റ ചോദ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായിയിലും പിന്നെ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല? അതാ എനിക്കും ചോദിക്കാനുള്ളത്. ആകസ്മികമായി സംഭവിച്ചതാണ്. ആകസ്മികമായ സ്വാഭാവിക പ്രതികരണമാണെങ്കിൽ പിണറായിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്. പാർട്ടി ഗ്രാമമായ പിണറായിലെ പാണ്ഡ്യാലമുക്കിലാണ് ആദ്യം ഉണ്ടാവേണ്ടത്, തിരുവനന്തപുരത്തല്ല. അങ്ങനെ അതാണ് ഞാൻ അതിനുള്ള ഉത്തരവാണ് അജിംസെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അഖിലേന്ത്യാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഇരിക്കുന്നിടത്തേക്കാണ് ആ ED പോയത്. അവിടെ എന്താണ് നടന്നതെന്ന് അറിയില്ല. പിന്നീട് പിണറായി പറയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ദാമോദർ പ്രസാദ് അടക്കമുള്ള ആളുകൾ പറയുന്നത് പിന്നീട് നടന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ജനങ്ങൾക്കറിയില്ല, ഈ പറയുന്ന ആർക്കും അറിയില്ല അവിടെ എന്താണ്, ആരെയാണ് ചോദ്യം ചെയ്തത്, എന്താണ് അവിടെ സംഭവിച്ചത്, ഒന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിരോധമാണത്. അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ED കോടതി അന്വേഷണ ചുമതല കൊടുക്കുന്നു. ഈ സ്വാഭാവികമായിട്ടും പിന്നെ വീണ തൈക്കണ്ടിയെ വിളിക്കട്ടെ. അപ്പോൾ അതിലൊന്നും ആർക്കും പ്രശ്നമില്ലല്ലോ. പക്ഷെ പ്രശ്നം എവിടെയാണ്? ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഇടയിലേക്കും വരുമ്പോഴാണ് അതിനൊരു രാഷ്ട്രീയമായിട്ട് അതിനെ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ദുരൂഹതയുടെ ആവശ്യമില്ല. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. റെയ്ഡ് നടന്ന ദിവസം പിണറായി വിജയൻ പുറത്തിറങ്ങിവന്ന് കൈ ഉയർത്തി കാണിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നുണ്ട് സഖാക്കളെ. പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, നിങ്ങൾ തടിച്ചുകൊണ്ട് ആവശ്യമില്ല, എന്നെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല, വീണയാണ് പരിശോധിക്കുന്നത്, ഇവിടെ ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട കാര്യം അദ്ദേഹം പറഞ്ഞാൽ സഖാക്കൾ പിരിഞ്ഞു പോവില്ലേ? അങ്ങനെയുള്ളൊരു പരിസരമായിരുന്നോ? അങ്ങനെയുള്ളൊരു സന്ദർഭമായിരുന്നു അത്? അങ്ങനെയുള്ളൊരു സന്ദർഭമേ അല്ല. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ചോദ്യത്തിന് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനത്തിലോ നിയമസഭാ സമ്മേളനത്തിലോ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് എങ്ങോട്ടാണ്? ഇപ്പം നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ലക്ഷ്യം പിണറായിലേക്കോ അല്ലേ? ലക്ഷ്യം പിണറായിലേക്കോ നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും CPM-ന്റെ പിന്നെ അണികൾക്കും ജനങ്ങൾക്കും ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ട്. കാരണം ED-യുടെ ഒരു അന്വേഷണമാണ്. ED-യുടെ ഒരു അന്വേഷണം എങ്ങനെയാണ്? ED-യെ സംബന്ധിച്ചുള്ളൊരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസ്യതയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള, അല്ലല്ല ഏതെങ്കിലും തരത്തിലുള്ളൊരു അന്വേഷണ ഏജൻസി വരുന്നത് അന്വേഷിക്കുകയോ ചെയ്യുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രതിഷേധങ്ങളുണ്ടാകാം. അല്ലാതെ ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പക്ഷേ ED എന്ന് പറയുന്നത് BJP-യുടെ പിന്നെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ചട്ടുകമായി എത്രയോ കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ED-യെ ചില ആളുകൾക്കൊക്കെ ED ഇപ്പം വലിയ നല്ലവരായി മാറിയിട്ടുണ്ട്. ED ഭയങ്കര സത്യസന്ധരായിട്ടുള്ള കുറ്റമറ്റ അന്വേഷണ ഏജൻസിയായി ED മാറുന്നുണ്ട്. പലർക്കും, പല നിരീക്ഷകർക്കും, പല രാഷ്ട്രീയ പാർട്ടികൾക്കും, പല ആളുകൾക്കും. അപ്പോൾ എന്തുകൊണ്ടാണത്? വളരെ സന്തോഷമുണ്ട്. അപ്പോൾ വീണ വിജയനെ ഏതായാലും വിളിപ്പിക്കട്ടെ. അപ്പോൾ എന്താ കുഴപ്പം? AK ബാലൻ പറഞ്ഞതുപോലെ വിളിപ്പിക്കുന്നതിനോ അന്വേഷണം നടത്തുന്നതിനോ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമായിട്ട് ഇതിനെ വന്നു കഴിഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടാനുള്ള ഇച്ഛാശക്തിയുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. സംശയമില്ലാത്ത കാര്യമല്ലേ? ഇത്രയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് പറയാനുള്ള കാര്യം. വസന്ത് സിറിയക്, ഇവിടെ ആ രാഷ്ട്രീയ പ്രതിരോധം ആയിരുന്നില്ല. പിണറായി വിജയൻ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തേക്കുള്ള പാർട്ടി പ്രവർത്തകരുടെ സ്വാഭാവികമായ പ്രതിഷേധമാണ് ഉണ്ടായത്. അതിന് പാർട്ടി ആഹ്വാനം വേണമെന്നൊന്നുമില്ല. ഈ പാർട്ടി ആഹ്വാനം ഉണ്ടെങ്കിൽ പോലും പിണറായി വിജയൻ ഉള്ളിടത്ത് ED റെയ്ഡ് നടക്കുന്നു എന്നുള്ളത് തന്നെ ലക്ഷ്യം പിണറായിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണെന്ന് രാജേഷ് പറയുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറി. ഇനി നിങ്ങൾ ഈ പറയുന്ന ഡീൽ, അതായത് കേന്ദ്രവും CPM-ഉം തമ്മിലുള്ള ഡീൽ എന്ന ആരോപണത്തിന് എത്രമാത്രം വിശ്വാസ്യതയുണ്ട്? അധികാരമില്ലാത്ത പിണറായിയുമായാണോ, അത് അധികാരത്തിലുള്ള സതീശനുമായിട്ടാണോ BJP-ക്കും കേന്ദ്രത്തിനും ഡീൽ ഉണ്ടാക്കാൻ സാധിക്കുക?
രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ ചോദ്യത്തിന് സ്ട്രെയിറ്റ് ഫോർവേഡ് ഉത്തരം പറയാം. യു ഡി എഫിൻ്റെ വോട്ട് ബേസ് അത് ബി ജെ പിക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അത് വളരെ 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 ചെറിയ രീതിയിൽ മാത്രമാണ് ബി ജെ പിക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുക. എന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബി ജെ പിക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന വോട്ട് ബേസ് ഉള്ള പാർട്ടി എന്ന നിലയിൽ അത് CPM തന്നെയാണ്. അത് കെ രാഗേഷിന്റെ തിയറിയല്ലേ? വസന്തിന്റെ തിയറിയാണോ? രാഗേഷിന്റെ തിയറിയാണോ വസന്തിന്റെ തിയറിയാണോ? അല്ലെന്നേ, ആ തിയറി അല്ല. നേമത്ത് ബി ജെ പിയുടെ വോട്ട് ആരുടെ വോട്ടാണ്? അക്സെപ്റ്റ് ചെയ്യണമല്ലോ. സത്യസന്ധമായി പറ വസന്ത്, നേമത്ത് ബി ജെ പി ജയിച്ചത് ആരുടെ വോട്ട് കൊണ്ടാണ്? ആരുടെ വോട്ടാണ് അവിടെ കുറഞ്ഞത്? അല്ല അല്ല അപ്പൊ ബാക്കി 2 സീറ്റുകളിലോ അവിടെ ആർക്കാ വോട്ട് കുറഞ്ഞത്? ഞങ്ങളവിടെ 12,000 നിങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് അട്രാക്ട് ചെയ്യാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമല്ല. ബി ജെ പി ഇവിടെ വളർന്നത് തന്നെ നിങ്ങളുടെ വോട്ട് കൊണ്ടാണ്. അല്ലെന്നേ, പൂർണ്ണമായും. അപ്പം അത് അങ്ങയുടെ റീഡിംഗ് ആണ്. ഞാൻ അറിയാൻ ചോദിക്കട്ടെ, അങ്ങനെ നേമത്ത് ഞങ്ങളുടെ വോട്ടിനാണ് ജയിച്ചതെങ്കിൽ ബാക്കി 2 സീറ്റുകളിലും CPM-ന്റെ വോട്ടിനാണ് ജയിച്ചതെന്ന് കൂടെ സമ്മതിക്കണം. അതുകൂടി സമ്മതിക്കണം. അതും ശരിയായിരിക്കും. നിങ്ങളുടെ വോട്ട് അട്രാക്ട് ചെയ്യാനേ പറ്റില്ല എന്ന് പറയുന്നത് എന്താ ആത്മവിശ്വാസമാണ്? പൂർണ്ണമായും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നിലവിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നൊരു പാർട്ടിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അടിമുടി ഉടച്ചു വാർത്ത് പുതിയൊരു മൂവ്മെൻറ്റുമായി മുമ്പോട്ട് വരുന്നവരാണ്. സ്വാഭാവികമായും ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഞങ്ങളെ വിട്ടുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അർജൻസി നിലവിലെ അവസ്ഥയിലില്ല. അതുള്ളത് CPM-ലാണ്. അവർ പ്രതിപക്ഷത്തായി. അവർക്ക് ഈ പറയുന്ന പോലെ ഈ വീട്ടിൽ അരി വെക്കാനില്ലെങ്കിലും വീണയ്ക്ക് വേണ്ടി അടികൊള്ളാൻ പോകേണ്ട അവസ്ഥയാണുള്ളത്. അതാണല്ലോ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പ്രവർത്തകർ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്നേ. അപ്പം രണ്ടാമത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല, ഞാൻ അതിലേക്ക് എത്തുമ്പോൾ അങ്ങേക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു വന്നത് CPM പ്രതിപക്ഷത്താണെങ്കിലും CPM-ൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുക, കോൺഗ്രസിനേക്കാൾ കൂടുതൽ പോസിബിളായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുക എന്ന ലക്ഷ്യമായിരിക്കും BJP ഉണ്ടാവുക. പിണറായി വിജയനുമായിട്ടുള്ള ഡീൽ ഇന്നും ഇന്നലെ തുടങ്ങിയല്ലോ, എത്ര കാലങ്ങളായിട്ടുള്ള. ഇനി എൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഇന്ന് ശ്രീ രാജേഷ് ഇവിടെ ഉണ്ട്, മറ്റ് പല ചാനലുകളിലും രാജേഷ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചാണ് വീണ വിജയനെതിരായിട്ടുള്ള ED അന്വേഷണത്തെ പ്രതിരോധിച്ചത്. ആര് പ്രതിരോധിച്ചത്? CPM പ്രതിരോധിച്ചത്. ഏത് വീണ തൈക്കണ്ടി, ഏത് വീണ വിജയനെ? SFIയുടെ 5 രൂപ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത, SFIയുടെ യൂണിറ്റ് തലത്തിൽ പോലും പ്രവർത്തിച്ചിട്ടില്ലാത്ത, DYFIയുമായി പുലബന്ധമില്ലാത്ത, CPM-മായി കടിഞ്ഞു ബന്ധം പോലും ഇല്ലാത്ത, മുലകുടി ബന്ധം പോലും ഇല്ലാത്ത വീണ തൈക്കണ്ടിയെ ന്യായീകരിക്കാൻ വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ച CPM-ന് എന്താ ഇന്ന് ചാനൽ ചർച്ചകളിൽ CPM പ്രതിനിധികളെ വിടാൻ ഇത്ര മടി? അതൊന്നാമത്തെ ചോദ്യമല്ലേ. അതിനുകൂടെ അവർ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. 2, ബിനീഷ് കോടിയേരിക്കും മറ്റ് മൂത്ത ചേട്ടൻ കോടിയേരിക്കുമെതിരെ ആയി ആരോപണങ്ങൾ വരുന്ന സമയത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ അകത്ത് പാർട്ടിക്ക് യാതൊരുവിധ പങ്കുമില്ല, പാർട്ടി അതിൻ്റെ അകത്ത് പ്രതിഷേധത്തിനും ഇല്ല, അതിനെ പ്രതിരോധിക്കാനും ഇല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ അങ്ങ് ചോദിച്ചതുപോലെ പിണറായി വിജയൻ ഇറങ്ങി വന്ന് കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടി ലെനിനും സ്റ്റാലിനും മറ്റേ നമ്മുടെ നികിത ക്രൂഷ്ചേവും ഒക്കെ കൈ ഉയർത്തി പിടിക്കുന്നത് പോലെ ഇതാ ഇങ്ങനെ ഉയർത്തി ലാൽ സലാം സഹാക്കളെ എന്ന് പറയുന്നതിന് പകരം ഒന്നുമില്ല ഇങ്ങനെ കാണിച്ചാൽ പോരായിരുന്നു. വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് കാണിച്ചാൽ പോരെ, വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് കാണിച്ചാൽ പോരെ. ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അവർ വന്ന് ഞാൻ ചായ കുടിച്ചു, പുള്ളി ചായ കുടിച്ചു, അവളിവിടെ ഉണ്ടായിരുന്നു, അവളോട് കുറച്ച് ചോദ്യം ചോദിച്ചു. ED സ്വാഭാവികമായിട്ട് സെർച്ചിന് വരുമ്പോൾ അവിടെ ഉള്ളവരെ CC ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഞാനവിടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. രാവിലെ തന്നെ ദേശാഭിമാനി വായിച്ചു, നല്ല വാർത്തകളുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ സഖാക്കളെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പാവപ്പെട്ട സഖാക്കൾക്ക് ഇന്ന് ജയിലിൽ പോയി കിടക്കേണ്ടി വരുമായിരുന്നോ? ഇല്ല. അവിടെയാണ് EDയുടെ ലക്ഷ്യം പിണറായി വിജയനിലേക്ക് വന്നതുകൊണ്ടല്ല, ED പിണറായി വിജയനിലേക്ക് വരുന്നു എന്ന് തോന്നിയത് കൊണ്ടല്ല. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പൊളിറ്റിക്കൽ റീഡിങ്ങിനെ നിങ്ങൾക്ക് ആണെന്ന് പറയാം. പക്ഷേ ഇതിന് ഒരാഴ്ച മുമ്പത്തെ CPM-ലെ ഡെവലപ്മെൻറ്റുകൾ എന്തായിരുന്നു? ഒരു ദിവസം മുമ്പത്തെ 24 hours ബിഫോർ എന്തായിരുന്നു CPM-ലെ ഡെവലപ്മെൻറ്റ്? കണ്ണൂരിലെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഏത് MV ജയരാജനും ഈ പറയുന്ന P ജയരാജനും ഈ പറയുന്ന ശ്യാമള ടീച്ചറും ഗോവിന്ദനും പിണറായിയും ഒക്കെ പങ്കെടുക്കുന്ന കണ്ണൂരിലെ ജില്ലാ പാർട്ടി കോൺഗ്രസ് ജില്ലാ CPM കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരായി വിമർശനം വരുന്നു. പത്തനംതിട്ടയിൽ മന്ത്രി ഇരുത്തിക്കൊണ്ട് പറയുന്നു, നിങ്ങളാണ് ഈ ജില്ലയിൽ അടിമുടി ഈ പാർട്ടിയെ നശിപ്പിച്ചത്. പത്തനംതിട്ടയിൽ നിലവിലുണ്ടായിരുന്ന ഒരു കേസിലെ പ്രതിയെ അവനെ വെച്ചോണ്ടിരുന്നതാണ് പ്രശ്നം, അയാളെ ഇനിയെങ്കിലും പുറത്താക്കണം എന്ന് പാർട്ടി മെമ്പർമാർ പറയാണ്, ജില്ലാ കമ്മിറ്റി മെമ്പർമാർ പറയാം, നിസ്സാരക്കാരല്ല. അവർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് വ്യക്തിപരമായി വലിയ പ്രതിരോധത്തിലായ ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയിൽ അദ്ദേഹത്തിനെതിരായി പെട്ടെന്നൊരു അന്വേഷണം വരുന്നു. നേരത്തെ അജിംസും ഞാനൊക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങി വന്ന് മുഷ്ടി ചുരുത്തി ഇൻകുലാബ് സിന്ദാബാദ്, സഖാക്കളെ നാം മുന്നോട്ട് എന്ന് പറയുന്നു. ഉടനെ സഖാക്കളെല്ലാം കൂടെ റോട്ടിൽ ഇറങ്ങുന്നു, പിണറായി വിജയൻ സിന്ദാബാദ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് പിണറായി വിജയൻ എന്താ റോള്? ഒരു ഗസ്റ്റ് റോളെങ്കിലും ഉണ്ടോ?
ഒരു ക്യാമിയോ വേഷമെങ്കിലും ഉണ്ടോ? ചില സിനിമയിലൊക്കെ മമ്മൂട്ടി മോഹൻലാലൊക്കെ അവസാനം ക്യാമിയോ റോൾ വരില്ലേ? അങ്ങനെ ഒരു ക്യാമിയോ റോളെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഉണ്ടോ? ഇതുവരെ ഇല്ലല്ലോ. അപ്പോൾ ഉണ്ടാകും എന്ന് ഭയപ്പെട്ട് എന്തിനാണ് ഈ കോലാഹലങ്ങൾ കാണിക്കുന്നത്? എന്തിനാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർത്ത് കളയുന്നത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനവർക്ക് ഉത്തരവില്ല. അതിനുള്ള ഉത്തരം അവർ പറയുന്നില്ല. അവിടെയാണ് പ്രശ്നം. അതിനുള്ള ഉത്തരം അവർ പറഞ്ഞാൽ മതിയെന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളെ ന്യായീകരിക്കേണ്ട ഗതികേടിലേക്ക് പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ മുൻ മുഖ്യമന്ത്രി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം നിലവിൽ വീണ്ടും ഞാൻ പോകൂല എന്ന് പറഞ്ഞ പോലെ ഉടുപ്പ് പിടിച്ചതുപോലെ പിടിച്ചിരിക്കുന്ന, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായി വിജയന് തന്നെ നേരിട്ടിറങ്ങി വന്ന് സ്വന്തം മകളെ അച്ഛനുറങ്ങാത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന അച്ഛനെ പോലെ ന്യായീകരിക്കേണ്ടി വരുന്നു. അത് ഏത് ഗതികേടിലേക്കാണ്, ഏത് വലിയ ആഘാതത്തിലേക്കാണ്, ആഴത്തിലേക്കാണ് ഇവരെ തള്ളിവിടുന്നതെന്നാണ് ചോദ്യം. ആ ആഴത്തിലേക്ക് പോകുന്ന പാർട്ടിയുടെ ഒരു കഷണം, ഒരു പീസ് BJP കിട്ടാൻ സാധ്യതയില്ല എന്നൊന്നും കണ്ണുടച്ച് അങ്ങ് പറയാൻ ഞാൻ തൽക്കാലം തയ്യാറില്ല. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, പ്രതിപക്ഷ നേതാവായിരിക്കെ പിണറായി വിജയന് ഈ കേന്ദ്ര ഏജൻസികളുമായും BJPയുമായും കേന്ദ്ര സർക്കാരുമായൊക്കെ ഡീലുണ്ടാക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ ഡീലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്ര ബുദ്ധിശൂന്യരാണോ BJP നേതൃത്വം? എന്തിനാണ് പ്രതിപക്ഷ നേതാവുമായിട്ടൊരു ഡീലുണ്ടാക്കി? എന്ത് രാഷ്ട്രീയ നേട്ടമാണ് അത്? എത്രമാത്രം വിശ്വസനീയമായൊരു നറേറ്റീവാണ്? മറ്റൊന്ന്, അങ്ങനെ ഈ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇത് സംഭവിച്ചതാണോ? അതല്ല, ഒരു സംഭവം വന്നു, ഒരു സംഭവം നടന്നു, അപ്പോൾ പാർട്ടിക്കകത്ത് വിമർശനം നടക്കുകയാണ്, ഇപ്പോൾ പാർട്ടിക്കാരെ തൻ്റെ കൂടെ നിർത്താം എന്ന ആ സന്ദർഭത്തെ പിണറായി ഉപയോഗപ്പെടുത്തിയതായിരിക്കും. രണ്ടാമത് പറഞ്ഞതാണ് എനിക്ക് യോജിപ്പുള്ളത്. പക്ഷേ 2-3 കാര്യങ്ങൾ പറയേണ്ടത്. അതായത് ഇതിനകത്ത് പല വിഷയങ്ങളും നമ്മൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് SFIOൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ്. അതിലാണ് ഈ സർവീസസിനെ കുറിച്ചുള്ള, എന്ത് സർവീസ് റെൻഡർ ചെയ്യുന്നതിനെ കുറിച്ച് ദുരൂഹത നിൽക്കുന്നത്. ആ ദുരൂഹത ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് പൊതുസമൂഹത്തിനും ബോധ്യപ്പെട്ടാണ് ദുരൂഹമാണെന്ന് അത് വിശദീകരിക്കാൻ CPM-നും വീണ ടിക്കും CMR-നും സാധിച്ചില്ല. ഗൗരവമായ വിഷയമാണ്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഗുരുതരം. 2, ഈ പണം നൽകിയതെക്കുറിച്ച് നമുക്ക് രേഖയുടെ കാര്യം അവരെ സംബന്ധിച്ചോളം അവർ നികുതി അടച്ചിട്ടുണ്ട്. അത് മണി ലോണ്ടറിങ്, പണം വെളുപ്പിക്കുന്ന പരിപാടിയാണ്, കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടിയാണെന്നുള്ള കാര്യത്തിലാണ് ഈ PML ആക്ട് വരുന്ന ED. അതിനെക്കുറിച്ച് വ്യക്തത ഇപ്പോഴും ഇല്ല. കാര്യം അതാണ് അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ FIR ഇല്ലാതെ കേസാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു സംശയം എനിക്ക് അതിൻ്റെ അകത്തില്ല. എന്നെ രാഷ്ട്രീയ നിരീക്ഷണം എനിക്ക് സംശയം ED ഒരു BJPയുടെ പൊളിറ്റിക്കൽ ടൂളെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കേസിന് മെറിറ്റും പൊളിറ്റിക്കൽ ടൂളെന്ന കാര്യം ഈ ED പൊളിറ്റിക്കൽ ടൂളായിട്ട് BJP ഉപയോഗിച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് ആലോചിക്കണം. BJP ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഉപയോഗിച്ചുകൊണ്ട് തങ്ങളിലേക്ക് ആൾക്കാരെ കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അശോക് ചൗഹാനും നമ്മുടെ അജിത് പവാറും പ്രഫുൽ പട്ടേലും ഒക്കെ തന്നെ. അപ്പോൾ ആ നിലയിൽ ഡീലിന് സാധ്യതയുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഡീലിനൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇല്ല കണ്ട EDയും ആ EDയെ മാനേജ് ചെയ്യുന്ന ആൾക്കാരും ഏത് തരത്തിൽ ഡീലിലേക്കാണ് നയിക്കുക എന്ന് നമുക്ക് അതിൽ പ്രത്യക്ഷത്തിൽ ചേരണമെന്നും ഉണ്ടാവണമെന്നില്ല. എന്നാൽ അത് ദുരൂഹമാണ്. അപ്പോൾ ഞാൻ നേരത്തെ SFIയുടെ ഇൻവെസ്റ്റിഗേഷനുണ്ട്, EDയെ ബന്ധപ്പെട്ട കാര്യമുണ്ട്, അതുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് ഒരുപാട് പറഞ്ഞ കാര്യം അന്ന് നടന്ന ആക്രമണമാണ്. 3 സ്ഥലത്ത് നടന്ന ആക്രമണത്തെക്കുറിച്ച് CPM-ന് വേണ്ടി സംസാരിക്കുന്ന ഇടത് നിരീക്ഷകൻ പറയുന്നൊരു കാര്യം 3 സ്ഥലത്ത് നടന്ന് ഇവിടെ പിണറായി വിജയൻ ഇരിക്കുന്നതുകൊണ്ടാണെന്നുള്ളത്. അതൊക്കെ ഒരു സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഈ സ്വാഭാവികമായ പ്രതികരണം ഈ സ്വാഭാവികമായിട്ട് തന്നെ പിന്തുണയ്ക്കലാണോ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പണി? അവിടെ ഇരിക്കുന്നത് അവർ മുതിർന്ന നേതാക്കളല്ലേ, ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചല്ല. അപ്പോൾ ഈ സാധാരണ പ്രവർത്തകരെ കൊണ്ട് ഈ കല്ല് റീപ്പിക്കുന്നത് അവർക്കതിന് നടപടി വരുമ്പോൾ എന്ത് നിർദ്ധയമായ നേതൃത്വമാണ്. അതേസമയം രാജേഷ് പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കാം, ആത്മസംയമനം പുലർത്താനും ഒക്കെ പറ്റുന്ന നേതൃത്വം കണ്ണൂരുണ്ട്. ഈ തിരുവനന്തപുരം നേതൃത്വത്തിന് ഒന്നിനും കൊള്ളില്ല എന്നാണ് സത്യത്തിൽ ബങ്കേന്ദ്രനെ സൂചിപ്പിക്കുന്നത്. ബങ്കേന്ദ്രനെ സൂചിപ്പിക്കുന്ന കാര്യം പിണറായി ഇരുന്നിടത്ത് റെയ്ഡ് നടന്നു, അവിടെ സ്വാഭാവികമായ പ്രതികരണം. പിണറായി ഇല്ലല്ലോ. അല്ല, പിണറായി ഇല്ലാതെ പക്ഷേ അവിടെ നമ്മൾ കണ്ടൊരു കാര്യം, അന്ന് അവധി ദിവസമായതുകൊണ്ട് എല്ലാവർക്കും കാണാനും പറ്റി എന്നുള്ള കാര്യമുണ്ട്. അവിടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ആത്മസംയമനത്തോളം ഇവിടെ അതല്ല. ഇവിടെ ഈ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് നടന്നത്. ആകസ്മികമൊന്നുമല്ല അതിൻ്റെ അകത്ത് അവിടെ നടക്കുന്ന സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഇതിൻ്റെ അകത്ത് എന്താ കാര്യം എന്നുള്ളത്. അതിൻ്റെ അകത്ത് നടക്കുന്നതിനെക്കുറിച്ച് എന്നാലും അവിടെ വേറെ സംഭവിക്കാൻ നടക്കാൻ പോകുന്നല്ലോ. അപ്പോൾ ആ പ്രതികരണം സംബന്ധിച്ചോളം അവിടെ നേതാക്കളായിരുന്നു ഇവരെ ഉപദേശിക്കേണ്ട ഈ പ്രവർത്തകരെ. ആ പ്രതികരണം പൊട്ടിപ്പുറപ്പെട്ടു പറഞ്ഞാൽ നേതാക്കളിൽ നിന്ന് വായി നോക്കിക്കുന്ന അവരൊന്നല്ല അറിയുമ്പോൾ അവർ പൊട്ടിപ്പുറപ്പെട്ടില്ലല്ലോ. അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, കുറ്റകരമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിന് മറുപടി വരെ അവർ ബാധ്യസ്ഥരാണ്. ഈ പാവങ്ങൾക്കെതിരെ കേസെടുത്തിട്ടില്ല. മാത്രമല്ല അത് ആ നിലയിലിപ്പോൾ അതിനെ ഒഴിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി എന്തോന്നുണ്ട് ആ കുറ്റമുള്ള ആ പാവങ്ങളുടെ തല്ലുവെച്ച് അവരിപ്പോൾ അത് അനുഭവിച്ചോളാം, നേതാക്കളൊക്കെ സൂചിച്ചോളാം. ആ നിലപാടാണ് ഈ കേരളത്തിലെ ഈ പാവങ്ങൾ ഇത് എത്ര കാലം ഇത് വിശ്വസിച്ച് പോകുന്നുള്ള കണ്ടറിയേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം നടന്നത് തെറ്റ് തന്നെയാണ്. മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വന്നാൽ പണ്ട് ഇവിടെ ബാലിയൊക്കെ നമുക്ക് കാണിച്ച് നമ്മൾക്കറിയാം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വന്നാൽ അത് നിങ്ങൾ തന്നെ പറയേണ്ട രാഷ്ട്രീയ നിയമപരമായി നേരിടും. അതിനെതിരെ ഇങ്ങനെ പ്രതികരണമാണ് നടത്തേണ്ടത്. ഇതെന്ത് പ്രതികരണം നടത്തിയത്? അതുകൊണ്ട് എന്തുണ്ടായി?
നിങ്ങൾക്ക് തന്നെ പ്രത്യാഘാതം CPM തന്നെ പ്രത്യാഘാതം നേരിടേണ്ടി വന്നു. കാര്യം അത് ഒരു വളരെ സംയമനത്തോടാണ് പെരുമാറിയിരുന്നെങ്കിൽ, രണ്ടാമത് പിണറായി തന്നെ വ്യക്തമാക്കിയ പോലെ തന്നെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ വേറെ തരത്തിലൊരു സാധ്യത ഉണ്ടാക്കി. ഇപ്പോൾ അതല്ല, ഇത് എന്തുണ്ടാക്കി? CPM തന്നെ പ്രതിരോധത്തിലായി. CPM തന്നെ പ്രതിരോധത്തിലായത്. അത് CPMൻ്റെ ആൾക്കാർ അനുഭവികൾക്ക് ചിലപ്പോൾ മനസ്സിലായി, പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം പ്രതിരോധത്തിലായത്. പിന്നെ രണ്ടാമതായിട്ട് ഇവിടെ പക്ഷേ ഇതേ പ്രതിരോധത്തിന് ഇനി പ്രശ്നമുണ്ട്. ഈ പ്രതിരോധത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇനി ED അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയുള്ള കേസ് വീണാട്ടി. അതുകൊണ്ട് ഇനി CPIയുടെ നിലപാട് മുഖ്യമന്ത്രിക്ക് ആയതുകൊണ്ടാണ്, അതായത് മുൻ മുഖ്യമന്ത്രിയും പാർട്ടി നേതാവായ പിണറായി വിജയനെതിരെയാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതിഷേധേണ്ടത്. ഇനി ആ പ്രതിഷേധം നടത്താൻ പറ്റില്ല. കാര്യം ഈ വ്യക്തിക്ക് എതിരെ മാത്രമാണ് അന്വേഷണം ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അന്വേഷണം ഏതൊക്കെ രീതി നടക്കുന്നറിയില്ല. ആ ദിശയിൽ അങ്ങനെയാണ് പോകണമെങ്കിൽ ഇനി പ്രതിഷേധം ഉയർത്താൻ പോലും പറ്റില്ല. കാര്യം നാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവിനെ വിളിക്കില്ലെങ്കിൽ എന്ത് പ്രതിഷേധം ഉയർത്താനാണ്? പിന്നൊരു കാര്യമുണ്ട്, ഈ കോടിയേരി ബാലകൃഷ്ണനും ഈ കേസ് തമ്മിലൊരു വ്യത്യാസം, പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് പലപ്പോഴും ആ നെഗറ്റീവ് നമ്മൾ കാണാതെ പോകണ്ട. കോടിയേരി ബാലകൃഷ്ണൻ മകൻ്റെ കേസ് പെട്ട പോലത്തെ അല്ല ഇത് കേസ്. ഇതിൻ്റെ അകത്ത് അന്ന് കോടിയേരിയുടെ മകനാണെന്നുള്ള കോടിയേരി നേരിട്ട് അതിനകത്ത് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന കേസായിരുന്നില്ല. അത് ഒരു കഞ്ചാവ് കേസായിരുന്നു. ഇതല്ല, ഇത് മുഖ്യമന്ത്രി ആയിരിക്കെ KSIDC ഓഹരി പങ്കാളിത്തമുള്ള CMRLലെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് അവിടെ മുഖ്യമന്ത്രി തന്നെയാണ്. CPMൻ്റെ നെഗറ്റീവ് വളരെ ശരിയാണ്. നെഗറ്റീവ് CPM കാര്യം മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിസ്ഥാനത്ത് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അന്വേഷണം. കാര്യം മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ, അത് മുൻ മുഖ്യമന്ത്രി അതായത് പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പ്രസക്തിയില്ല. ആ സ്ഥാപനം ഒരു 2 വർഷം കൂടി നടന്നൊരു സ്ഥാപനം പോലും ആയിരുന്നില്ല. 2 വർഷം പോലും എന്ത് സോഫ്റ്റ്വെയർ സ്ഥാപനം? 2 വർഷം കൂടി പൊളിഞ്ഞ് പാളീസായ സ്ഥാപനത്തെ സോഫ്റ്റ്വെയർ സ്ഥാപനം വിളിക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് നടത്തിയതിന് ദുരൂഹമാണ്. അവരുടെ പ്രവർത്തനം പരാജയ സോഫ്റ്റ്വെയർ സ്ഥാപനമൊന്നും ആയിരുന്നില്ല. ഇങ്ങനെയുള്ള ഇടപാടിലൂടെ നടന്നുപോയ സ്ഥാപനം തന്നെ നമുക്ക് ഇതുവരെയുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. പക്ഷേ അവിടെ പ്രധാന ഒരു പ്രശ്നം നിലനിൽക്കുന്നത്, അദ്ദേഹമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ഇതുവരെ ഒരു കണ്ടെത്താൻ സാധിച്ചില്ല. അതായിരിക്കും ED അന്വേഷിക്കുന്നുണ്ടാവുക. അതിലൊരു പോയിൻ്റ് ഉണ്ട്. കാരണം ഈ മണി കള്ളപ്പണം വെളുപ്പിക്കുന്നതായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ സമയത്ത് എന്താണ് ക്വിഡ് പ്രോക്കോ എന്നാണ് വിളിക്കുന്നത്. അതായത് തിരിച്ചെന്ത് സഹായം നൽകി പോലീസ് അന്വേഷിക്കേണ്ട ബാധ്യത ഇടിക്കില്ലല്ലോ. അതെ, അവിടെ ആ പ്രശ്നമാണ്. അവിടെ ഇടിക്കില്ല തീർച്ചയായിട്ടും. ഈ മണി ലോണ്ടറിംഗ് ബന്ധപ്പെട്ട അന്വേഷണം എവിടേക്കാണ് പോകാൻ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ അവിടെയാണ് അതിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് സ്പോട്ട്, ഒരു ബ്ലൈൻഡ് സ്പോട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും CPM പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതിൻ്റെ അകത്ത്. പക്ഷെ ആ പറയാൻ പറ്റുന്ന കാര്യം പറയുമ്പോൾ തന്നെ ദാമോദർ സാർ, ഇത് ഈ വണ്ടിയുടെ മുമ്പിൽ പിന്നിൽ കുതിരയ്ക്ക് മുമ്പിൽ വണ്ടി കിട്ടുന്ന പോലെയാണ്. അതായത് ആദ്യം തെളിയേണ്ടത് ഇത് ഇല്ലീഗൽ മണിയാണോ എന്നാണ്. അത് തെളിയണമെങ്കിൽ ഒരു അഴിമതി കേസ് അന്വേഷിക്കണം. അങ്ങനെ ഒരു അഴിമതി കേസ് ഇല്ലാതെ ED കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുകയാണ്. ഇതിലാണ് പ്രശ്നം. അത് വളരെ കൃത്യമാണ്. ആ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ സ്ഥലത്താണ് എൻ്റെ നിൽക്കുന്നത്. ആ കേസിൻ്റെ റിസൾട്ടാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ആ സർവീസ് അതിൻ്റെ റിസൾട്ടിൻ്റെ ആ റിസൾട്ട് എന്താണെന്ന് മാത്രമാണ് എൻ്റെ അകത്ത് പ്രധാനം. മറ്റേത് ഇവർ അന്വേഷണം വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വളരെ കൃത്യമായി ജിംസ് പറഞ്ഞാൽ അഴിമതി കേസില്ല ഇതിൻ്റെ അകത്ത്. എന്താണ് ഇതിൻ്റെ അകത്ത് ഡീല് നടന്നത് വ്യക്തമല്ല. ഇനി നേരത്തെ അജിംസ് ചോദിച്ച ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്ന സമയത്ത് നമ്മൾ നിർമ്മലാ സീതാരാമനെയൊക്കെ ബന്ധപ്പെട്ട് ഒരു KV തോമസ് സാന്നിധ്യം നടന്ന മീറ്റിങ്ങൊക്കെയാണ് കേരളം ചർച്ച ചെയ്തത്. പക്ഷേ എനിക്കിപ്പോൾ ആൾക്കാരുടെ മനസ്സ് വായിക്കാൻ നമുക്ക് എന്താ പറയുക, ഈ കോൺസ്പിറസി സിദ്ധാന്തം നമുക്ക് നടപ്പാക്കാനുള്ള ജ്ഞാനം വളരെ കുറവായതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ല. കാര്യം രാഷ്ട്രീയ നേതാക്കൾക്ക് പറയാം, നമ്മൾക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് വിശദീകരിക്കാമായിരുന്നു എന്താണെന്നുള്ള കാര്യം. അത് കേരളത്തിൽ എന്ത് കാര്യം അതൊന്നും വിശദീകരിക്കപ്പെടാതെ പോയ കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമതായി ബന്ധപ്പെട്ട് ആ കാലത്ത് നമുക്കറിയാം ലാവലിംഗ് കേസും കോടതിയിൽ എടുക്കാത്തതിനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് അറിയില്ല. അത് പക്ഷേ കേരളം ഇടപെട്ടായിരിക്കില്ല, ചില CBIയുടെ കഴിവുകളായിരിക്കാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾ എന്തായിരിക്കാം. അങ്ങനെ പല വിഷയങ്ങളും അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ നേരെ ആ കേസിൽ ഇപ്പോൾ പ്രതിയല്ല. കാര്യം അതിനകത്ത് പാർഷ്യലി മാത്രമേ കേസ് അതിൻ്റെ അകത്ത് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. ആ പാർഷ്യലി റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെട്ട കേസാണ്. കാര്യം ആ കേസ് നമുക്കറിയാം, ലാവലിംഗ് കേസ് ഇവിടെ അടിയോടെ ഇല്ലാതാക്കിയ കേസിൽ പാർഷ്യലി മാത്രമേ റീഇൻസ്റ്റേറ്റ് ചെയ്തുള്ളൂ. അതിൽ ഇദ്ദേഹം ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്തൊന്നുമല്ല അതിൻ്റെ അകത്ത്. പക്ഷേ ആ കേസ് എന്തുകൊണ്ട് സുപ്രീം കോടതി പരിഗണിക്കുന്ന ആൾക്കാർ ദുരൂഹത പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരുപക്ഷെ ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള ദുരൂഹത പറഞ്ഞേക്കാളും BJP എന്ന പ്രസ്ഥാനം കേരളത്തിൽ ഇന്ത്യയിലുണ്ടല്ലോ, അവർ കേരളത്തിൽ സ്റ്റേറ്റുണ്ട്, അവരെന്താണ് അവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ താല്പര്യങ്ങൾ വെച്ച് ED എന്താണ് അവർ മുന്നോട്ട്, EDയുടെ താല്പര്യങ്ങൾ എന്താണെന്ന് BJPയുടെ ടൂൾ തന്നെയാണ്, സംശയ കേന്ദ്ര സർക്കാർ ടൂൾ തന്നെയാണ് പറയുന്നത്. അവർക്ക് അതിൻ്റെ അകത്തൊരു താല്പര്യം എന്തായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒരു ദുരൂഹമായി, ആ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത കൂടുതൽ വ്യക്തമാകുന്ന തീർച്ചയായിട്ടും നേരത്തെ വസന്ത് പറഞ്ഞ കാര്യമാണ്. അതായത് ED അന്വേഷിച്ച മറ്റ് കേസുണ്ടല്ലോ, കരുവന്നൂർ തുടങ്ങിയ കേസിലൊക്കെ അവർ നടത്തിയ അവരെ പൊള്ള, അതൊക്കെ വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ആ ഒരുപാട് ദുരൂഹതയുണ്ട്. ഇതൊക്കെ അനാവരണം ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നമുക്കുള്ള ബോധ്യം, ഒന്നുകൂടി ചുരുക്കി നമുക്കുള്ള ബോധ്യം എന്ന് പറഞ്ഞാൽ SFIയെ ബന്ധപ്പെട്ട് സർവീസ് റെൻഡറിങ്ങായി ബന്ധപ്പെട്ട് ഒരുള്ള അവ്യക്തതയും അതെന്താണ് വ്യക്തതയില്ലാത്തൊരു അവിടെ മാത്രമാണ് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഉള്ളത്. അതായത് നമുക്ക് അവിടെ കാര്യം എന്ത് സർവീസാണെന്ന് വ്യക്തമല്ല. ആ ക്ലാരിറ്റി കുറവ് മാത്രമേ അതിൻ്റെ അകത്ത് നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുന്നത്, ആ അന്വേഷണത്തിന് പ്രസക്തിയുണ്ട്.
അതുകൊണ്ട് ഇനി ഒരുപക്ഷെ അന്വേഷണത്തിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ഡയമെൻഷൻ ഉണ്ട്. കാര്യം മുൻ മുഖ്യമന്ത്രിയായിരുന്നു, പൊല്യൂഷൻ കൺട്രോൾ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് തുടങ്ങിയാലൊക്കെ ഇനി അന്വേഷിച്ച് തെളിയണം. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോടും ഉന്നയിക്കാം, പക്ഷേ നമുക്ക് തെളിവില്ലാതെ വസ്തുതയില്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ആ പോയിന്റിലാണ് ഈ കാര്യം. രാജേഷ് ചെറപ്പാട്, ഇപ്പോഴും പാർട്ടിക്കോ ടി വീണയ്ക്കോ പിണറായി വിജയനോ CMRLനോ മറുപടി പറയാൻ കഴിയാത്ത കാര്യം എന്ത് സേവനത്തിനാണ് ആ പണം നൽകിയത് എന്നുള്ളതാണ്. അതാണ് കേസ്. SFIO നൽകിയ കുറ്റപത്രത്തിലും ചൂണ്ടിക്കാട്ടുന്ന അതാണ്. ആ സേവനം എന്താണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു ഡ്യൂബിയസ് ഡീലായി SFIO തന്നെ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് ടി വീണ എന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ്. ED ഇനിയും അന്വേഷണത്തിന് വരും, ഇനി ചിലപ്പോൾ ഇനിയും റെയ്ഡിന് വരും. വീണയുള്ളത് പിണറായി വിജയനൊപ്പമാണ്, അദ്ദേഹത്തോടൊപ്പമാണ് അവർ താമസിക്കുന്നത്. റെയ്ഡ് നടക്കുക അവിടെയായിരിക്കും. അപ്പോൾ ഇനിയും പിണറായി വിജയൻ എവിടെയുണ്ടോ അവിടെ ED റെയ്ഡ് നടന്നു എന്ന് കരുതി ഡിഫൻസിന് വരുമ്പോൾ പാർട്ടി അതതിൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമുക്കൊരു പ്രവചനാത്മകമായി ഇപ്പം സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല. അതിൻ്റേതായ സാഹചര്യമാണ് ഓരോ കാര്യങ്ങളെയും നിർണ്ണയിക്കുന്നത്. സാഹചര്യങ്ങളാണ് അല്ലേ ഓരോ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത്. ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ് ഒരു ആക്ഷനെ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ ഒരു അനിവാര്യതയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പ്രവചന സ്വഭാവം തൽക്കാലം ഞാൻ ഉപേക്ഷിക്കുകയാണ്, പ്രവചിക്കുന്നില്ല. അതിൻ്റെ ആ കേസിൻ്റെ മെറിറ്റ്, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ താല്പര്യങ്ങൾ അതൊക്കെയായിട്ടും റിലേറ്റഡ് ആണത്. അതുകൊണ്ട് അത് പാർട്ടി ഇനി എങ്ങനെയാണ് അതിൻ്റെ നിലപാടെടുക്കുക എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, പാർട്ടിക്കകത്ത് ഇപ്പോൾ ബസന്തശ്രീയൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അപ്പോൾ അതിന് മറുപടി പറഞ്ഞ് ചെറുതായിട്ടൊന്ന് മറുപടി പറയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മറുപടി പറയുന്നില്ല. അതായത് പാർട്ടി CPIMൻ്റെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ഉള്ള ചർച്ചകൾ, പാർട്ടി എന്തുകൊണ്ടാണ് പാർലമെൻ്ററി രംഗത്ത് പിന്നോട്ട് പോയത് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ആളുകൾക്കെതിരെയും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും എല്ലാം പാർട്ടിയുടെ സ്വഭാവമാണ്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, പക്ഷേ അദ്ദേഹം അത് കണ്ടതുപോലെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങളും എല്ലാം പല രീതിയിൽ പല നറേഷനുകൾ ഇവിടെ വന്നിരുന്നു. ഇന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അതൊന്നും നമ്മൾ കാണാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ ഏതായാലും അത്തരം കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ള ചർച്ചകൾ, പാർട്ടി അതാത് ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചകളെ സംബന്ധിച്ച് ആ പാർട്ടിക്കുള്ളിൽ മാത്രമാണ് അത് നിലനിൽക്കുന്നത്. അല്ലാതെ അത് പൊതുസമൂഹത്തിൽ കൊണ്ടുപോയി അലക്കേണ്ട കാര്യമോ പൊതുസമൂഹത്തിൽ അത് ചർച്ച ചെയ്യേണ്ട കാര്യമോ ഇപ്പോൾ അത് കോൺഗ്രസ്സിലൊക്കെ സാധ്യമാകുമായിരിക്കും. പക്ഷേ കോൺഗ്രസ് കുറേ കൂടി അയഞ്ഞ സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ്. ഞാനത് കുറ്റമായിട്ടല്ല പറയുന്നത്, ഒരു അയഞ്ഞ സംഘടനാ സംവിധാനമാണ് അതിനുള്ളത്. അത് ഒരേ സമയം തന്നെ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള, വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. അത് വ്യക്തിയായാലും അതിൻ്റെ ആശയമായാലും അങ്ങേയറ്റം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഒരു അയഞ്ഞ ഘടന അതിനുണ്ട്. പക്ഷേ CPIM എന്ന് പറയുന്നൊരു കേഡർ ലെനിനിസ്റ്റ് സംഘടനാ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നടന്ന ചർച്ചകൾ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം. അതിനെ ഇങ്ങനെയല്ല വ്യാഖ്യാനിക്കേണ്ടത്. അതിപ്പം നമ്മളിവിടെയുള്ള മുഖ്യധാര പത്രങ്ങളും മറ്റാളുകളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ളൊരു പൈങ്കിളി വർത്തമാനത്തിനപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തിയുമില്ല. അതൊന്നും അവിടെ ഇവിടുത്തെ ഒരു വിഷയമല്ല. നമ്മുടെ ഈ വിഷയം EDയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഇപ്പം നിങ്ങൾ ആയിക്കോട്ടെ, അത് ഞാനൊന്ന് പറഞ്ഞത് ഞാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ SFIOയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ. അപ്പം മെയിൻ്റനൻസിൽ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിലൊക്കെ അവരാണ് വീണാട്ടിയാണ് അത് വിശദീകരിക്കേണ്ടത്. അപ്പോൾ അത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കത് കൃത്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്തൊക്കെയാണ് അത് പറയേണ്ടടുത്ത് അവർ പറയുമായിരിക്കും, അത് തെളിവ് ഹാജരാക്കേണ്ടടുത്ത് അവർ ഹാജരാക്കുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ഇവിടുത്തെ ED അവരെ വിളിപ്പിക്കുന്നത് എന്താണ് ഈ പറയുന്ന മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ അല്ലേ ഈ കള്ളപ്പണം ആയിട്ട് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള അതിന് അവർ മറുപടി പറയട്ടെന്ന്. അതിലൊന്നും നമുക്കൊരു പ്രശ്നമല്ല, മനസ്സിലായില്ല? അതൊന്നും പ്രശ്നമല്ല. AK ബാലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തെറ്റ് ചെയ്തത് ആരാണല്ലോ, അതൊന്നും നമ്മുടെ പ്രശ്നം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായ ആയിക്കോട്ടെ വസന്ത, ഒരു സെക്കൻഡ് ക്ഷമിക്കൂ. ഇത്രയേ ഉള്ളൂ. രാഷ്ട്രീയമായ കാര്യമാണ്. രാഷ്ട്രീയമായ കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ട് തന്നെയല്ല നേരിടാൻ കഴിയൂ, അല്ലേ? രാഷ്ട്രീയമായ കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ കഴിയും. അല്ലാത്ത കാര്യങ്ങളെ, നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ നിയമപരമായിട്ട് നേരിടാം. അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കട്ടെ എന്ന് ഇന്ന് ബാലൻ സഖാവ് പറഞ്ഞു എന്നാണ് ശ്രീ അജിം സുദേഹം പറയുന്നത്. ഇപ്പൊ നാളെ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി വീണ പോകുമ്പോൾ ഇതേ ബാലൻ സഖാവ് എന്ന് പറയും,
അതിന് മറുപടി പറയുന്നില്ല. ഞാൻ 2 ദിവസമായി അത് ചോദിച്ചുകൊണ്ടിരിക്കണം വസന്തിനോട്. കുറഞ്ഞ പക്ഷം നിങ്ങൾക്കൊരു പരാതി കൊടുക്കാലോ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അഴിമതി കേസ് അന്വേഷിക്കണം ആവശ്യപ്പെട്ട്. അത് പ്രസ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്റെ ദാമോദർ പ്രസാദിന്റെയും രാജേഷിന്റെയൊക്കെ പൈസയാണ് ഈ കിക്ക് ബാക്ക് കൊടുത്തിട്ടുള്ളത്. ചെയർമാൻ പിണറായി വിജയനായിരുന്നു. അവിടെ നിന്നാണ് മകളുടെ കമ്പനിയിലേക്ക് പൈസ പോയത്. അതിനകത്ത് പി വി ഉണ്ട് അന്വേഷണം. ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കാം. 10 സെക്കൻഡ് അവസാനിപ്പിക്കാം. 2 കാര്യം. ഒന്ന് അദ്ദേഹം പറഞ്ഞത് 10 സെക്കൻഡ് അവസാനിപ്പിക്കാം. ഒന്ന് അദ്ദേഹം പറഞ്ഞത് ബാലൻ സഖാവ് പറഞ്ഞു അത്രേ, എന്ത് തെറ്റ് ചെയ്തെങ്കിൽ വെള്ളം കുടിക്കട്ടെ. നാളെ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇതേ ബാലൻ സഖാവ് പറയും തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല വിജയ എന്ന് വിജയനോട് എന്ന് പറയും. ഇനി രണ്ടാമതൊരു കാര്യം, നിങ്ങൾ പഠിച്ചു, വിശാല അടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ചു എന്ന് പറയുന്നു. ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം, 10 സെക്കൻഡിൽ ഒറ്റ വരി ചോദ്യം. ഈ നിങ്ങളുടെ തോൽവിയുടെ കാരണഭൂതൻ ആരാ? അത് കണ്ടെത്തിയോ? 1 മാസമായിട്ട് പഠിക്കുകയാണല്ലോ, കണ്ടെത്തിയോ? അത് കണ്ടുപിടിച്ചോളൂ. അതിന് സമയമാവുന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും. നന്ദി ശ്രീ വസന്ത്, ശ്രീ രാജേഷ്. സംഘടനാപരമായിട്ടുള്ള കാര്യമല്ലേ. ശരി, ദാമോദർ പ്രസാദ് ഇത്രയും സംസാരിച്ചു.